are using your authority. നിങ്ങളുടെ അധികാരം എന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക. Jesus said, what is your authority? You heal the sick. അങ്ങനെയാണെങ്കിൽ ആ രോഗിയോട് കൈയെടുത്ത് വെച്ച് ആ So whoever വെളിപ്പെട്ടവര് has a sickness, ആ lay your കാലിന്റെ hands പെയിൻ upon him. വെളിപ്പെട്ടവരെല്ലാം ആരൊക്കെയാണ് ആ വേദന വെളിപ്പെട്ടത് അവരെല്ലാം ഒന്ന് കൽപ്പിച്ച് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ. Whoever has the pain, lay hands on the place. എന്റെ കാലിനുള്ള വേദനയെ ശാസിച്ചു പുറത്താക്കുന്നു ആ യേശുവിന്റെ നാമത്തിൽ. കൽപ്പിച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ യേശുവിന്റെ The healing power is moving. Healing anointing is moving. Oh, in the name of Jesus, the working miracle anointing is moving. The gift of healing is moving. Thank you, Holy Spirit. Thank you, Holy Spirit. Oh, അനേകരെ സൗഖ്യമാക്കുവാനുള്ളവരാണല്ലോ അപ്പ. In the name of Jesus, സഫാറ അതിന്റെ പിന്നിൽ ആ രോഗശക്തിയെ വെട്ടിക്ക്, ആ രോഗശക്തിയെ വെട്ടിക്ക്, ആ രോഗാത്മാവിനെ വെട്ടിക്ക്. യേശുനാമത്തിൽ എന്റെ കാലിന് വേദന തരുന്ന രോഗാത്മാവിനെ വെട്ടി വീഴ്ത്തുന്നു. The healing power is moving. Healing anointing is moving. Oh, ദുഷ്ടപിശാചേ, ഞങ്ങളെ വെട്ടിമാറ്റുന്നതിന്റെ പ്രവർത്തികളെ, രോഗശക്തികളെ വെട്ടിമാറ്റുന്നു, രോഗാത്മാവിനെ വെട്ടിമാറ്റുന്നു. Lord Jesus Christ. ആമേൻ, 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 ആമേൻ. ഒന്ന് എല്ലാം കൽപ്പിച്ചു നിർത്തണ്ട, കൽപ്പിച്ചു. എന്റെ കാലിന്മേൽ ഒഴുകട്ടെ. എന്റെ കാലിന് വേദന തരുന്ന രോഗശക്തികൾ യേശു നാമത്തിൽ ശാസിച്ച് പുറത്താക്കുന്നു. പുറത്തുപോകൽ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗസൗഖ്യം എന്റെ അവകാശമാണ്. ആരോഗ്യം എന്റെ കാലിന്റെ അവകാശമാണ്. എന്റെ കാലിന് മാസങ്ങളായി വേദന ഉണ്ടാക്കുന്ന രോഗശക്തികൾ യേശു നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു. യേശു നാമത്തിൽ രോഗശക്തികളോട് രോഗത്തിന് ദുരാത്മാക്കളെ യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ പൂർണ്ണ സൗഖ്യമുണ്ട്. എന്റെ കാലിന് പൂർണ്ണ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മതി. ഇനി ആ വേദന ഉള്ളവരൊന്ന് ചെക്ക് ചെയ്യാവോ? എന്താ വ്യത്യാസം? Check all those who had pain. എന്താ വ്യത്യാസം? Is there any difference? ചെക്ക് ചെയ്ത് എന്താ കാണുന്നു ചോദിച്ചു. കാണുന്നതൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞു. ഇത് അതുപോലെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ കേൾക്കണം 1 വർഷം. ഇന്നലെ ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇന്നലെ അനുച്ചാരെ ഇരുന്നു. ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ ഡിസോർഡർ ആയി. എനിക്ക് ഓക്കെ, സന്തോഷ് പേർ വേറെന്തൊക്കെയോ പറയുക. ഓക്കെ, ഇപ്പൊ പ്രാർത്ഥിച്ചവര് ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പൊ പ്രാർത്ഥന കൈക്കൊണ്ടവർ ചെക്ക് ചെയ്തേ. എന്റെ കാല് കുറെ സമയമായിട്ട് ഇങ്ങനെ മരവിച്ചിരിക്കുവായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ മരവിപ്പ് മാറിയിട്ടുണ്ട്. ആ, മറ്റാരെങ്കിലും ചെക്ക് ചെയ്തു? എന്റെ കാലിന്റെ വേദന മാറിയിട്ടോ. കണ്ടോ? കടുപ്പുണ്ടായി, വേദനയുണ്ടായി. Some feet was frozen and that is healed. Some had pain, that is healed. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? Now do you understand how to use the gift of healing? ആമേൻ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? അപ്പം ഇപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ സൗഖ്യം വന്നവര്? എന്റെ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു, നല്ല വേദനയായിരുന്നു. ഇപ്പൊ അത് കുറവുണ്ടെന്നാണോ മാറിയെന്നാണോ? മാറിയെന്നാണോ കുറവുണ്ടെന്നാണോ? മാറി. ആ, എടുത്തു പറയണേ. അടുത്തയാൾ ചെക്ക് ചെയ്ത്. എന്റെ കാലിന്റെ ഒരു പാർട്ടില് മുട്ടിന്റെ താഴെ പറഞ്ഞു. എന്റെ കാലിന്റെ മുട്ടിന്റെ താഴെ ഡോക്ടർ പറഞ്ഞത് ഭയങ്കര ഹാർഡായിട്ട് കൊണ്ടിരിക്കുകയാണ്. അവിടെ തൊട്ട് നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഹാർഡ്നെസ് ഫീൽ ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് തൊട്ട് നോക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നു. കണ്ടോ? ഇത് വലിയൊരു മറക്കളാണ്. ഡോക്ടർ പറഞ്ഞതാണ്, ഹാർഡ്നെസ് ആന്ന് പറഞ്ഞതാണ്. ഇപ്പൊ സംഭവിച്ചാണ് സിസ്റ്ററെ.
ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ തൊട്ട് നോക്കുമ്പോ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അവിടെ. കണ്ടോ? ഇതാണ് ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ്. ആമേൻ. This is what ഹല്ലേലൂയ. instant creative ഹല്ലേലൂയ. miracles happen. I believe Doctor it. said I there's a believe hard it. place in below her knee. Now it is softened. ഇനി മറ്റൊരു ചെക്ക് ചെയ്ത്. ബ്രദർ, ആ കാലിന്റെ ബാക്കില് വേദന ഉണ്ടായിരുന്നു, പാദത്തിന്റെ ബാക്കില് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തൊട്ട് നോക്കിയപ്പോ വേദന ഇല്ല ബ്രദർ. ഓ നന്ദി കർത്താവേ, സൗഖ്യമായി. Another healing. എന്റെ കാലിന്റെ വേദന മാറിയിട്ടുണ്ട്. കാലുവേദന മാറി. Somebody else also had the pain healed. താങ്ക് യു ഹോളി ബ്രദർ, സ്പിരിറ്റ്. എന്റെ കാലിന്റെ മുട്ടിന് വേദനയായിരുന്നു, അതിപ്പോ ഇല്ല. ഇപ്പൊ വേദനയില്ല. So what you said, use the word first, then the authority second. ആമേൻ. എന്റെ കാലിന്റെ അടിയിൽ ആണിയുടെ വേദന ഉണ്ടായിരുന്നു ബ്രദറെ. ആ അപ്പൊ ഇന്നലെ വരെ നല്ല നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൂറ്റിയിലാണ്. ആ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പ്രേയറിന് കയറി കഴിഞ്ഞപ്പോഴേ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് പെയിൻ ഇല്ല. ഇപ്പൊ ഒട്ടും പെയിനില്ല. ഒട്ടും പെയിൻ തോന്നുന്നില്ല. കണ്ടോ? ആണി രോഗമാണ്, ചവിട്ടുമ്പോ വേദനയായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ അതിന് പെയിൻ. ചവിട്ടി നോക്കിയോ? നോക്കിയപ്പോ വേദനയില്ല. ഇല്ല. ഓ നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും? ഇല്ല. അപ്പൊ ശ്രദ്ധിച്ചേ. ബ്രദറെ, എനിക്കിപ്പോ ഭയങ്കര ധൈര്യം കിട്ടിട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഹീലിംഗ് ഇപ്പൊ കാണിക്കണ്ടല്ലോ. ഇനി ശ്രദ്ധിച്ചോണേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചത്, ഇപ്പൊ നമ്മള് 3 കൃപാവരങ്ങൾ നമ്മളിപ്പോ ഉപയോഗിച്ചു. ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം, അതായത് ജ്ഞാനത്തിന്റെ വചനം, അതായത് ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളുകളുടെ ആ പേരുകളും കാര്യങ്ങളും വെളിപ്പെട്ടത്. ഈ കൃപാവരം കൊണ്ടാണ്. We used word of wisdom by which we knew the names of people. നിങ്ങൾക്ക് ഇപ്പം ആ രോഗം സൗഖ്യം, ഇപ്പം ആരാ ബ്രദറാണ് പ്രാർത്ഥിച്ചത്? നിങ്ങളാണ് പ്രാർത്ഥിച്ചത്? Who prayed now? Brother prayed or you yourself prayed? ഇല്ല, നമ്മൾ തന്നെ. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പം ഞാൻ എന്റെ ഉള്ളത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, അല്ലെ? എന്റെ ഉള്ളത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവകൃപയാൽ എന്റെ ഉള്ളത്തിൽ ഇത് ജ്വലിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ അത് ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് അതിലൊരു പകർച്ച നിങ്ങളുടെ മേലേക്ക് ഉണ്ടാവും. Because I was ablaze with the spirit of healing, I shared it with you. ഇതുകൊണ്ടാണ് ശുശ്രൂഷകന്മാർ പറയുന്നത് അംബർല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. That is why the word umbrella is used. കുടക്കീഴിൽ എന്നൊരു വാക്ക് ഉപയോഗിക്കും. Under the umbrella. ഇതിനെ നമ്മൾ മറ്റു രീതിയിൽ പറയും മെന്റർഷിപ്പ് എന്ന് പറയും. In another word, it is called mentorship. നിങ്ങളെ എൻകറേജ് ചെയ്ത് വിടുക, അല്ലെ? എൻകറേജ് ചെയ്ത് വിടുന്ന ഒരാള്. I'm encouraging you. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു എൻകറേജ്മെന്റ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെ? ഇപ്പൊ സൗകര്യം പറഞ്ഞു, ഇപ്പൊ ഒരു ധൈര്യമായി, ഈ സൗഖ്യം നടന്നപ്പോ ഒരു ധൈര്യമായി പ്രാർത്ഥിക്കാൻ. Because I encouraged you, that sister said she is bold enough now. ഇതായിരുന്നു ആദ്യ സഭകളിൽ നടന്നിരുന്നത്. This is what happened in the early churches. അപ്പോസ്തലന്മാര് തന്റെ ശിഷ്യന്മാരെ എല്ലാവരും ട്രെയിൻ ചെയ്തെടുത്തു. Apostles trained the disciples, the other disciples. കാലം കഴിഞ്ഞപ്പോൾ പിശാച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് പീരീഡിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. Afterwards, the devil came and destroyed that training. അതായത് ഉപദേശന്മാരോട് എല്ലാം പഠിപ്പിച്ചു. സഭാ ആരാധന, ഉപവാസ പ്രാർത്ഥന ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് എല്ലാരും. Afterwards, church service and fasting prayer, they stopped with it. ശ്രദ്ധിക്കുക, യേശു പറഞ്ഞത് ശിഷ്യരാക്കാനാ പറഞ്ഞത്. ശിഷ്യർ. Jesus said to make them disciples. ഡിസേബിൾസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആവശ്യമാണ് അവർക്ക്, അല്ലേ? Disciples need training. അപ്പൊ ദൈവരാജ്യത്തിന്റെ ട്രെയിനിങ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. What we are getting is the training of the kingdom of God. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, അന്യഭാഷ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൃപാവരം ഉപയോഗിക്കാൻ പറ്റും. Even if you don't have tongues, you can use the spiritual gifts. ഞാൻ ആദ്യം പ്രവചിക്കുന്ന സമയത്ത് എനിക്ക് അന്യഭാഷ ഇല്ലായിരുന്നു. When I used to minister first, I didn't have tongues. ഒത്തിരി കഴിഞ്ഞിട്ട് എനിക്ക് അന്യഭാഷ വരം കിട്ടിയത്. I got the gift of tongues after so many days. അപ്പൊ അന്യഭാഷ വരത്തിന്റെ പ്രത്യേകത The gift of tongues നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതാണ്, is encouraging people. നിങ്ങളെ സ്റ്റെയർ അപ്പ് ചെയ്യുന്നതാണ്, That stirs you up. നിങ്ങളെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് സ്പിരിച്വൽ റലങ്ങളിലേക്ക് നിങ്ങളെ മൂവ് ചെയ്യുന്നതാണ് അന്യഭാഷ പ്രാർത്ഥന. Gift of tongues boost you up into next realms of the Holy Spirit. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റി. ഇപ്പൊ നമ്മള് എന്താ പറഞ്ഞത്, സമയം നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ 2 കൃപാവരമാണ് ഇവിടെ യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഡിസ്പ്ലേയിലോട്ട് വരുന്നില്ല എന്തോ. ഓക്കെ, കാണുക, ഒരു മിനിറ്റ്. We use 2 giftings now, word of wisdom and gift of healing.
ബ്രദറെ ബ്രദറെ ആ ഒരു ബ്രദർ പറഞ്ഞില്ലേ, ആ ബ്രദർ മുമ്പ് എഴുതി വെക്കാൻ പറഞ്ഞു എന്ന്. ആ ആ എഴുതി വെക്കാൻ പറഞ്ഞ എന്താ ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് കഴിഞ്ഞ ദിവസവും അങ്ങനെ പറഞ്ഞിട്ട് അതിലേക്കൊന്നും തിരിഞ്ഞില്ല എന്നുള്ളതാണ് ആ ബ്രദർ പറഞ്ഞത്. അപ്പൊ അതെന്താ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാനാ. അതിന് അതെപ്പോഴാ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് വരും. ഞാനെന്താ പറയുക, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് ആ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ കാരണം അടുത്തൊരു ഞാൻ പറയാം പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ് ആണ്. ഇപ്പൊ നമ്മൾ എഴുതിയതെല്ലാം കർത്താവിനാൽ ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചോണേ, ആ അതിന്റെ അകത്തുനിന്നും നമുക്ക് പഠിക്കാൻ വേണ്ട ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ രോഗസൗഖ്യം വന്നുകൊണ്ട് നമുക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റും, മനസ്സിലായോ? അതും കൂടെ നിങ്ങളെ ദൈവം ട്രെയിൻ ചെയ്യും. ഇപ്പൊ ഞാനല്ല ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് ആ ഗൈഡൻസ്. അപ്പൊ ഞാനതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നോടിപ്പം. ഞാൻ We അതനുസരിച്ചാണ് are going ഓരോ by the സ്റ്റെപ്പ് guidance of ചെയ്യുന്നത്. the Holy Spirit. We are going by the guidance of the Holy Spirit. Whatever Holy Spirit told me, I'm telling you. ബ്രദറെ ഉം. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ ഒരു പിന്നിട്ട് ഗോൾഡൻ മുടി എന്ന് പറഞ്ഞില്ലേ, ഉം. അപ്പം അത് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൊ ബ്രദർ ആദ്യമേ പേരെഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഉം. എനിക്ക് 2 പേരുകൾ വെളിപ്പെട്ട് വന്നായിരുന്നു, ചിന്നു എന്നും സുന്ദരേശനും. ഉം. അപ്പൊ ഞാൻ വിചാരിച്ചു അത് 2 ഞങ്ങളുടെ വീട്ടിലുള്ളതാ, ഉം. അപ്പോ അതെനിക്ക് തോന്നിയതായിരിക്കും. ഉം. അപ്പൊ ഞാൻ എന്തോ ഞാൻ എന്നാലും ബുക്കിൽ അത് എഴുതിയിട്ടു. ഉം. എഴുതിയിട്ടപ്പോ ഈ ചിന്നു മുടി കളർ ചെയ്തു, ഗോൾഡൻ കളർ ചെയ്തിട്ടേക്കുവാ ഇപ്പൊ. ഉം. പിന്നെ അത് കഴിഞ്ഞിട്ട് സുന്ദരേശൻ, അതെന്ന് പറഞ്ഞാ ഈ മാർച്ച് 8 പറഞ്ഞില്ലേ, മാലയുടെ കാര്യം പറഞ്ഞില്ലേ, ഉം. അത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ് മാർച്ച് 8. ഉം. ആ മാലയും അങ്ങനെ ബന്ധപ്പെട്ട് ഞാൻ പറയുവാ അത്. അതായത് സിസ്റ്റർക്ക് വെളിപ്പെട്ടതിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കോണം, അതിനകത്ത് കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് സൗകര്യം പറഞ്ഞത്. ആ ചിന്നു എന്നുള്ള പേര് വെളിപ്പെട്ട മറ്റാരിലും ഉണ്ടോ ആ ചിന്നു എന്നൊരു പേര് വെളിപ്പെട്ടത്? ഞാൻ അങ്ങനെ ഒരു പേര് കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു. ചിന്നു എന്നുള്ളത് ആരാണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രദറെ എനിക്കാണ് ഗോൾഡൻ കളർ മുടി പിന്നിട്ട്, അത് ഞാനാണ് കണ്ടത്. കണ്ടോ? അപ്പം സിസ്റ്റർ 2 പേർക്കും അപ്പൊ സിസ്റ്റർ പറഞ്ഞു സ്വന്തം വീട്ടിലെ കാര്യം തന്നെ കണ്ടപ്പോ അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നോട്ട് ചെയ്യണം നമ്മള്. ആ സമയത്ത് ഞാൻ എനിക്ക് സ്മിതയും കിട്ടി, പിന്നെ ഒരു അനുക്കുട്ടി, അതിന്റെ പേരിനോട് ചേർത്താണ് അനുക്കുട്ടി 7 എന്ന് കിട്ടിയത്. ഞാനാണ് സ്മിത സിസ്റ്റർ ആണ്. ആ ബ്രദറെ, ആ സിസ്റ്റർ പറഞ്ഞ പോലെ മഹിമ എന്ന് എനിക്ക് പേര് കിട്ടി. അപ്പൊ എന്റെ സഹോദരന്റെ മോളാണ് മഹിമ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പേര് എഴുതിയില്ല. അത് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ശുശ്രൂഷ ടൈമില് ഞാനിപ്പോ ഞാൻ ശുശ്രൂഷ നിൽക്കുമ്പം എന്റെ മോൻ ജോഷുവയുടെ പേരും അവന്റെ ഡേറ്റ് ഓഫ് ബർത്തും എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഓടുന്ന കൊച്ചു. അപ്പൊ ഞാൻ ചിന്തിക്കാം ചിലപ്പോൾ തോന്നല. അല്ലല്ല, ദൈവാത്മാവിന് നിങ്ങൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പം അവിടെ വ്യക്തിബന്ധങ്ങളല്ല നോക്കേണ്ടത്. ശ്രദ്ധിച്ചോണം. ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ വ്യക്തിബന്ധമല്ല നോക്കേണ്ടത്, ശുശ്രൂഷയിൽ എന്താണോ കൈമാറുന്നത് അതാണ് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറയാം, നമ്മളിനി മുന്നോട്ട് ഇതിനെ നമ്മൾ പഠിക്കുന്നുണ്ട്, പല ഘട്ടങ്ങൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷകളിൽ അത് കർത്താവിൽ നിങ്ങൾക്ക് കൂടുതൽ എങ്ങനെ ഉപയോഗിക്കപ്പെടാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അന്യഭാഷാ പ്രാർത്ഥനകൾ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ അടുത്ത കുറച്ച് കൃപാവരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോവാണേ. ഇപ്പൊ നമ്മൾ എത്ര കൃപാവരം കഴിഞ്ഞു? അതുപോലെ 4 കൃപാവരം. വീൽ ചെയറിൽ യൂസ് ചെയ്യുന്ന ആരോ ഒരാൾ എഴുന്നേൽക്കുന്നതായിട്ട് കണ്ടു ബ്രദറെ. തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന ആരോ ഒരു വ്യക്തി അത് തീർച്ചയായിട്ടും മറിയം സിസ്റ്റർ തന്നെ ആയിരിക്കും. മറിയം സിസ്റ്റർ വീൽ ചെയറിലാണ് ആയിരിക്കുന്നത്. ഉറപ്പായിട്ടും കർത്താവ് അവിടെ എണീപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ളവരും മറിയസ്റ്ററുടെ വീട്ടിൽ പോയി കഴിയുന്നവരെല്ലാം കൈവച്ച് സിസ്റ്റർക്ക് വേണ്ടി എപ്പോഴും കഴിയുന്ന സമയത്ത് അതിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. സിസ്റ്ററെ എണീപ്പിക്കണം. നമ്മുടെ മിഷൻ, ദൈവത്തിലുള്ള മിഷൻ അതാണ്. സിസ്റ്ററെ എണീപ്പിക്കണം. ആമേൻ. ബ്രദർ, എന്റെ മകള് അഡാപ്റ്റഡ് ചെയറിലാണ് ഇരിക്കുന്നത്. വീൽ ചെയറിൽ ഇരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അഡാപ്റ്റഡ് ചെയറിലാണ് മോളെ ഇരിക്കുന്നത്. അത് ഏറ്റെടുത്തോ, ഒരേപോലെ വരുന്നവർ സ്വീകരിച്ചോണം. കൊണ്ടുവന്ന മോളാണ്. എണീറ്റ് നടക്കാത്ത മോൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന മോളാണ്. നടക്കും, ഉറപ്പായിട്ടും നടക്കും. കർത്താവിന്റെ നാമത്തിൽ. എന്തോ അയ്യോ, ഇവിടെ ശ്രദ്ധിച്ച് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒന്നും പറയണ്ട, ഞാൻ പറയാവേ. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോവും. വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി പറയാറുണ്ട്. ഇനി ശ്രദ്ധിച്ചോണം. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഒരു സംഭവത്തെ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്തോട്ട് അവർ കാണുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ഈവനിങ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഈ പേരുകൾ കിട്ടിയവർ, ഡീറ്റെയിൽസുകൾ കിട്ടിയവരെല്ലാം നോട്ട് ചെയ്തോണം. നമുക്കിന്ന് ഫ്രൈഡേ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്.
സിസ്റ്റർ പോയോ? Friday we have the deliverance meeting. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയതെല്ലാം എൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം. ചിലപ്പോൾ ഇതിന്റെ അകത്ത് ഇല്ലാത്ത ആൾക്കാർ ഇപ്പം ലിനി സിസ്റ്റർ ഇപ്പൊ ഇട്ടായിരുന്നു. ഞാനിപ്പോ ഒരു കണ്ടു വ്യക്തിപരമായിട്ട് എനിക്ക് ആദ്യം ഞാൻ കണ്ടു അതായിരുന്നു. അപ്പം റോസ് എന്ന് പറയുന്ന പേര് വെളിപ്പെട്ടിട്ട് എഴുതിയിട്ടുണ്ട്. ലിനി സിസ്റ്റർ മ്യൂട്ട് മാറ്റാൻ പറ്റൂ? അപ്പൊ പറഞ്ഞു 2 തലമുറകളെ കാണിക്കുന്നു പറഞ്ഞു. റോസ് സിസ്റ്റർ നമ്മുടെ ഈസ്റ്റ് ഹാമിലുള്ള സിസ്റ്ററാണ്. സിസ്റ്ററുടെ എന്താ പറയുന്നത്, സിസ്റ്ററുടെ തലമുറയെ ഓർത്ത് എപ്പോഴും വലിയൊരു ഭാരത്തിലൂടെ കടന്നു പോവാണ്. അപ്പോൾ സിസ്റ്റർ ശരിക്കും പറയുന്നത് പ്രാർത്ഥനയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കൊന്ന് പേര് ചിലപ്പം രേണു എന്നാണ് വിളിക്കുന്നത്, പക്ഷേ സിസ്റ്ററുടെ പേര് റോസ് എന്നാണ്. അപ്പോൾ സിസ്റ്ററുടെയായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രയർ റിക്വസ്റ്റിന് പറഞ്ഞതേ ഉള്ളൂ ഈ വിഷയം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം പറഞ്ഞ വിഷയമാണത്. അപ്പം നിങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഇപ്പം ഈ ടൈമിലുള്ളതും വെളിപ്പെടും. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തവർ, അതായത് നമ്മുടെ സർക്കിൾ, നമ്മുടെ പ്രയർ സർക്കിൾ ഇതിൻ്റെ അകത്തുണ്ട്. When you get the names, you should remember that you might get the names which is in your circle. അപ്പൊ ആ സർക്കിളിലോട്ട് കൂടെ ഉള്ളത് കർത്താവ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. God will share with you the circle names. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ അംബ്രല്ലയുടെ അണ്ടറിലാണ് നമ്മൾ ഇരിക്കുന്നത്. We are under a spiritual umbrella. നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോവാം. ഇപ്പൊ നമ്മൾ 4 കൃപാവരം നമ്മളിപ്പോ കണ്ടു. 4 കൃപാവരം എന്ന് വെച്ചാൽ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുവന് പരിജ്ഞാനത്തിന്റെ വചനം. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ റിവീൽ ചെയ്തത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മാർച്ച് 8 എന്നുള്ള ഡിസംബർ 8 എനിക്ക് തോന്നുന്നല്ലേ 8 കാണിച്ചു, ഒരു മാല കാണിച്ചു. അപ്പം മാലയുമായിട്ട് ബന്ധപ്പെട്ടൊരു സങ്കടത്തിന്റെ അകത്ത് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ഇത് വെളിപ്പെട്ടത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. Whatever the revelations that happened about the past events, that is word of knowledge and word of wisdom. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും. It is relating to our life events. ഇനി ഇതാണ് മറ്റൊരുവന് ആത്മാവിനാൽ വിശ്വാസം. ഇതാണ് എക്സ്ട്രാ ഫെയ്ത്ത് എന്ന് പറയുന്നത്. Some people have extra faith. എക്സ്ട്രാ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കും. ചില നിങ്ങൾ ഒറ്റപ്പെട്ട് പോകുമ്പോഴും ആരും കൂടെ ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും എല്ലാം ഇല്ലാത്ത അവസ്ഥയിൽ ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു കറേജ്, ഒരു ധൈര്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. If you don't extra faith means he may be going through difficult times, nobody is around and no money, but whatsoever hardship has, he stands കർത്താവ് alone. ചെയ്യും എന്നൊരു ചിന്ത. He has a concrete faith that God will do. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമെന്നൊരു ഉറപ്പ്, assurance that God will do for him. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വാസം, എക്സ്ട്രാ ഫെയ്ത്ത്. That is the faith, extra faith. അസാധാരണം. ചില കണ്ടില്ലേ, ഞാൻ വിഗിൽ സ്മിത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ വീൽ ചെയർ എന്നൊക്കെ രോഗികളെ പിടിച്ചെണീപ്പിക്കും, ആരെയും മൈൻഡ് ചെയ്യത്തില്ല. It was like Smith Wigglesworth who pulled people from the wheelchairs. അതായത് കമ്പി ഇട്ടേക്കുമായിരിക്കാം, ചിലപ്പം അയാൾക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ, ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരിക്കാം. Maybe it's a dangerous situation. He might be on bars, iron bars, but still he will pull him. കാര്യം ഇത് കോൺഫിഡൻസ് അല്ല, ഇത് ഫെയ്ത്ത് ആണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉള്ളത് കൊണ്ടാണ്. It is not about confidence. It is a faith, gift of faith. ഇത് നിങ്ങളുടെ അകത്തുണ്ട്. This is inside of you. പക്ഷെ ഇത് എല്ലാ സമയത്തും പ്രവർത്തിക്കത്തില്ല. It might not operate all the ഞാൻ time. ആദ്യം പറഞ്ഞല്ലോ, കൃപാവരങ്ങളുടെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ്. The owner of all the giftings is Holy Spirit. നിങ്ങൾക്ക് ആ ടൈമിൽ അത് വേണമെങ്കിൽ മാത്രമേ ആ ഗിഫ്റ്റ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Whenever you need it, it operates. ഇനി അടുത്ത് നമ്മളിപ്പോ രോഗശാന്തി വരത്തെ പറ്റി കേട്ടു അല്ലെ? We heard about healing gifts. അടുത്ത് നമ്മൾ വീര്യപ്രവർത്തികൾ കേൾക്കാൻ വേണ്ടി പോവാം. We are going to hear about the mighty works. വീര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വർക്കിംഗ് മിറക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളെ ചെയ്യാനുള്ള വരം. It is the doing of miracles. കനാവിലെ കല്യാണ വീട്ടിൽ യേശു എന്ത് ചെയ്തു? അവിടെ വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി. ഇതൊരു മിറക്കിളാണ്, ഹീലിംഗ് അല്ല. In the wedding of Cana, Jesus made water into wine. അങ്ങനെ നമുക്കറിയാം അത്ഭുതങ്ങൾ. മോശ ചെങ്കടലിനെ 2 ആക്കി. ഇത് ഹീലിംഗ് അല്ല, മിറക്കിളാണ്. Moses divided the Red Sea into 2. That is not healing, that is the miracle. അങ്ങനെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും, മിറക്കിൾസിനെ കാണാൻ പറ്റും. Many places we can see the miracles. മരിച്ചതിനെ ഉയർപ്പിക്കുന്നത് ഹീലിംഗ് അല്ല, മിറക്കിൾ അത്. Raising the dead is a miracle. അപ്പൊ ഈ മിറക്കിൾസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിശ്വാസം വരാൻ വേണ്ടിയാണ്. Miracles, why miracles is, it is to equip others in faith. ഞാൻ ഡെയിലി ഒരു വചനത്തോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ?
റോമാലേഖനത്തിന്റെ അകത്തൊരു വാക്യം ദിവസവും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I've told you to repeat a scripture from Romans every day. ഓർമ്മയുണ്ടത് ഏത് വചനമാണെന്നുള്ളത്? റോമൻസ് ചാപ്റ്റർ ഏത് ഇതാന്നുള്ളത്, വേഴ്സാന്നുള്ളത്? മരിച്ചവരെ അല്ലല്ല, എല്ലാ ദിവസവും നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് മിറക്കിൾ അല്ല, വചനം 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 എല്ലാ ദിവസവും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വചനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ മക്കളെ അവകാശവും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ്. മർക്കോസ് 16. റോമർക്ക് എഴുതി ലേഖനം ചോദിക്കുന്നു. ആത്മമണ്ഡലത്തിൽ ദൈവം തരുന്ന കൃപയ്ക്കായി റോമർ റോമാലേഖനം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അല്ല, റോമാലേഖനം 8:17. എന്റെ ദൈവം തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തന്റെ ആത്മാവിനെ മനുഷ്യനെ ബലം പ്രാപിക്കാൻ. പഠിച്ച വചനം എല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് വേണ്ട വചനം ഇപ്പൊ അതിൻ്റെ അകത്തല്ല. റോമാലേഖനം 15:18 ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തു ഞാൻ മുഖാന്തരം, ഞാൻ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് പലവട്ടം ഞാൻ ഈ വാക്യം പറഞ്ഞു, ക്രിസ്തു ഞാൻ പൗലോസ് പറയണം, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട്. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 18 ആണ്. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 18. ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവർത്തിയാലും കണ്ട വാക്കുകൊണ്ട് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്. അപ്പം ജാതികൾ അനുസരണത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് സയൻസ് ആൻഡ് വണ്ടർ, അതായത് വർക്കിംഗ് മിറക്കിൾസ്. പുഷ്പാസ്ട്രേ സിസ്റ്റർക്ക് 12:30 ഞാൻ ക്ലിയർ ആയില്ലായിരുന്നു മെസ്സേജ്. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞു. So it is Romans 15:18, bringing about the obedience of Gentiles by word and deed in the power of signs and wonders, in the power of the Spirit of God. ഓക്കെ, ഇവിടെ നമുക്കറിയാം, നിങ്ങൾ ഒരു സ്ഥലത്ത് കർത്താവ് നിങ്ങളെ കൊണ്ട്, അപ്പൊ നിങ്ങൾ ഓടിപ്പോയി അത്ഭുതം ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. If you yourself try to do a miracle, it won't happen. അപ്പോസ്തലനായ പൗലോസ് പറയാ, ജാതികളുടെ അനുസരണത്തിന് വേണ്ടി വചനത്താലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും ആക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും എനിക്ക് മിണ്ടാനില്ല. Paul says it is accomplished through me in order to bring about obedience of the Gentiles by word and deed, in the power of signs and wonders, in the power of the Spirit of God. അപ്പൊ ഇതാണ് വീര്യപ്രവർത്തികളുടെ വരം. This is the working of miracles. ഇനി അടുത്ത വരവാണ് പ്രവചന വരം. The next is gift of prophecy. ഈ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി എന്നുള്ളത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. Gift of prophecy is a very deep gifting. രണ്ട് രീതിയിലുള്ള പ്രവചനമുണ്ട്. Two kinds of prophecies are there. ഒന്ന് നമുക്കറിയാം, പഴയ നിയമം വായിക്കുമ്പോൾ പ്രവാചക അഭിഷേകത്തിലൂടെ കിട്ടുന്ന പ്രവചനമുണ്ട്. In the Old Testament, the prophets had this. പ്രവാചകന്റെ കൂടെ ഇമ്പാർട്ടേഷൻ വഴി കിട്ടുന്ന അഭിഷേകമുണ്ട്, പ്രവചനമുണ്ട്. Whoever was with the prophets got impartation from the prophets. പ്രവാചകനായി ജനിക്കുന്നവരുണ്ട്, ഇരമ്യാവിനെ പോലെ. There are people who are born prophets like Jeremiah. എന്നാൽ ദൈവം ചില സമയങ്ങളിൽ പ്രവചനം തരുന്നതുമുണ്ട്. At times, but God gives you prophecy too. എന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, എല്ലാവരും പ്രവചിക്കും. But the Bible says, "In times I will pour out my spirit onto all the flesh, and your sons and daughters will prophesy." നമ്മൾ പ്രവചനത്തെ പറ്റി കേട്ടായിരുന്നു. കൊരിന്ത ലേഖനത്തിലേത് പറയുന്നുണ്ട്, പ്രവചനം എന്നുള്ളത് ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, രണ്ട് ആശ്വാസത്തിനും പ്രബോധനത്തിനും മനുഷ്യരോട് സംസാരിക്കുന്ന പറഞ്ഞേക്കുന്നത്, അല്ലേ? Yes. എഡിഫിക്കേഷൻ, exhortation and comfort. അതെ. അപ്പം ഒരാൾ നിങ്ങൾ പ്രവചിക്കുകയാണ്, നിങ്ങൾ മരിച്ചു പോകുന്നു എന്നൊരു പ്രവചനം കാണുവാന്ന് വിചാരിച്ചു. Suppose you see a vision that somebody is going to die. അപ്പൊ അയാൾ മരിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ലത്. It is not for him to die. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ആ വ്യക്തിയുടെ മരണത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. It means that you should break that death. ശ്രദ്ധിച്ചോണം. അപ്പൊ ഓടിപ്പോട്ട് പുള്ളി പറയരുത് നിങ്ങൾ മരിക്കാൻ പോവാന്ന് പറയരുത്.
Don't go to him and say that you are going to die. അങ്ങനെ ഒരു ആലോചന കിട്ടിയാൽ If you get such a thought from the എന്താണ് Lord, കർത്താവ് അതിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് ചോദിക്കണം. what do you want me to do, Lord? Ask him. എന്താണ് അതിന്റെ ബാക്കി ഭാഗങ്ങളെ ചോദിക്കണം. ഓടിപ്പോയി പറയരുത്. What is the rest of it? Ask God. പ്രൊഫസി എന്നുള്ളത് Prophecy means വളരെ ട്രെയിനിങ് വേണ്ട ഒരു ഗിഫ്റ്റ് ആണ്. prophecy needs much training. അപ്പൊ നമുക്ക് വേർഡ് ഓഫ് വിസ്ഡം വരുന്നത് പോലെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. It cannot be used like a word of wisdom. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ബ്രദർ എനിക്ക് ഇന്നയാളെ ഒരു മാരേജ്, ഉദാഹരണമാണ്, ഒരാൾ പറയും എനിക്ക് ഇന്നയാളെ മാരേജ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നു. For an example, I'm telling you, I got an option. Somebody got an option to marry someone. അപ്പം നിങ്ങൾ ചിന്തിക്കുവാണ്, ഇപ്പം ആ വ്യക്തി ലൈഫ്, അതായത് ഭാര്യ കിട്ടുന്നതിന് നന്മ കിട്ടും, ലൈഫ് ടേൺ ചെയ്യാൻ വേണ്ടി പോകും അദ്ദേഹത്തിന്റെ. So his life is going to be changed with that marriage. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഒരു പേര് വെളിപ്പെട്ടു. So when that person prays, he got a name. ആ പേര് വെളിപ്പെട്ടതിന്റെ കാരണം അത് വേർഡ് ഓഫ് വിസ്ഡം നിങ്ങളിലുള്ളത് കൊണ്ടാണ്. That name was revealed because of the word of wisdom. ഒരു എന്താ പറഞ്ഞത്, കെട്ടാൻ പോണ പെണ്ണിന്റെ പേര് വെളിപ്പെട്ടെന്നിരിക്കട്ടെ, That girl's name was revealed to him. എന്നും പറഞ്ഞ് ആ വ്യക്തിക്ക് ചിലപ്പോൾ അത് വിവാഹം കഴിക്കാനുള്ളതായിരിക്കത്തില്ല. May not mean that that person has to marry that girl. ദൈവഹിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. We can't say that that is the will of God. കാര്യം നിങ്ങൾക്ക് കൃപാവരത്തിന്റെ അകത്ത് അതിനർത്ഥം അതായത് നിങ്ങൾക്ക് വേർഡ് ഓഫ് വിസ്ഡം, അതായത് ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ ആ വ്യക്തിയിൽ എന്തൊക്കെയുണ്ടോ അത് റിവീൽ ചെയ്യുവാൻ വേർഡ് ഓഫ് വിസ്ഡം യൂസ് ചെയ്യാൻ പറ്റും. When a person come near you to reveal what is inside of him, പക്ഷെ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറിലോട്ട് കയറണമെങ്കിൽ to enter his future, നിങ്ങൾക്ക് പ്രൊഫസി ആവശ്യമാണ്, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി ആവശ്യമാണ്. you need gift of prophecy. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇത് നമ്മുടെ മേലുണ്ട്. We have it inside of you. അപ്പൊ നിങ്ങള് ദൈവഹിതത്തെ മനസ്സിലാക്കുന്നതാണ് പ്രവചനം. You should know the will of God. That is what prophecy is about. ശ്രദ്ധിച്ചോണം, ദൈവഹിതത്തെ മനസ്സിലാക്കുന്നതാണ് പ്രവചനം. Prophecy is knowing the will of God. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണേ, അപ്പൊ കർത്താവിന്റെ ഹിതം, അപ്പൊ നിങ്ങൾക്ക് ഡെയിലി നമുക്ക് കാണാൻ പറ്റില്ലേ, ഓരോ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നു, അവര് സാക്ഷ്യം പറഞ്ഞു, വെറുതെ ഇന്ന പോലെ പ്രവചനം പറഞ്ഞ പോലെ തന്നെ കർത്താവ് കാണിച്ചു, നടന്നു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സാക്ഷ്യം നമ്മൾ ഡെയിലി കേൾക്കുന്നു അല്ലേ. Yeah, we hear many testimonies. അപ്പം പ്രവചനം എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഗിഫ്റ്റ് ആണിത്. Prophecy is a gifting that you should use with care. അപ്പൊ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇന്ന സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ Sometimes if God says something is going to happen, അതൊരു അനർത്ഥമാണെങ്കിൽ അത് പറയണ്ട, അത് വെട്ടി മാറ്റണം. If it is a negative happening, you should cut it off. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടു മനോജ് ബദറിന്റെ കസിൻ നമ്മളെ പേര് വെളിപ്പെട്ടു അല്ലെ, കൈലാസ് എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെട്ടു. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വലിയ കർത്താവ് പൊതിയാൻ വേണ്ടി ഇപ്പൊ വലിയൊരു അനർത്ഥ മരണത്തിൽ നിന്ന്, പക്ഷെ ഒരു അനർത്ഥം അവിടെ ഉണ്ടായി. Recently we heard about Manoj brother's friend who was in a cousin or brother. He had a situation. ആ പേര് വെളിപ്പെട്ടായിരുന്നു. That name was revealed. അപ്പൊ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തു. But we broke it. മരണത്തെ അത് ബ്രേക്ക് ചെയ്തു നമ്മള്. We broke the spirit of death. കണ്ടോ? അപ്പൊ ആ ഒരു സംഭവം, പക്ഷെ മരണത്തെ നമ്മൾ ബ്രേക്ക് ആക്കുമ്പോഴും വ്യക്തിക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം. Still we prayed for him more. അവിടെയാണ് നമ്മൾ സ്പിരിറ്റിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ് അവിടെ. That is how we fight in the spirit. ഞാനിപ്പോ അതിലേക്ക് ഇപ്പൊ പോണില്ല, ശ്രദ്ധിച്ചോണം. അപ്പം മറ്റൊരുവന് പ്രവചനവരം. So somebody has a gift of prophecy. പ്രൊഫസി നിങ്ങളെ ഞാൻ ഇപ്പം ഇതിന്റെ അകത്ത് ഇപ്പം യൂസ് ചെയ്യുന്ന, നമുക്ക് അടുത്ത തവണ നമുക്ക് പ്രൊഫസി യൂസ് ചെയ്യാം. കാര്യം നിങ്ങൾ പറയുന്ന പ്രവചനം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രവചനത്തെ ആ വ്യക്തി നമ്മൾ പറഞ്ഞ മിസ്ലീഡിങ്ങിലോട്ട് പോകരുത്. A prophecy should not go to the misleading. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഗിഫ്റ്റ് ആണ് പ്രൊഫസി. Prophecy has to be used with. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ, മാരേജിന്റെ കാര്യം പറഞ്ഞതുപോലെ, നിങ്ങൾ പറയുന്ന ആ സംഭവം നിങ്ങൾ പറഞ്ഞത് അത് വേർഡ് ഓഫ് വിസ്ഡം ആണെങ്കിൽ ചിലപ്പോൾ ആ പുള്ളി ആ പേര് വെളിപ്പെട്ടുകൊണ്ട് ഓടി വിവാഹം കഴിക്കും. Sometimes the word of wisdom reveals the name of the girl and probably he might go and marry. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം അനൂപ് എന്നാണ് ബ്രദർ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, UK ഉള്ള ഒരു ബ്രദറാണ്. A brother called Anup in UK. അപ്പൊ അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ വലിയൊരു സ്ട്രഗിൾ ഉണ്ടാകുന്ന സമയത്ത്
when he had a big struggle for the അപ്പം marriage, മാരേജുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. he came to me for prayer. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് തന്നെ When he came for prayer, എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്നോട് പറഞ്ഞ ബ്രദർ, ഈ വിവാഹം കൺഫർമേഷൻ ആണോ എന്ന് എന്നോട് ചോദിച്ചു. I asked him, is it confirmed, അപ്പം brother? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ആ പെൺകുട്ടിയുടെ പേരിന്റെ ആദ്യ അക്ഷരം വെളിപ്പെടുത്തി. കൺഫർമേഷന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. When I asked for confirmation to the Lord, Holy Spirit revealed the first letter of that അപ്പൊ name. എന്നോട് ആ ബ്രദർ പറഞ്ഞു, ബ്രദറെ ആ പെണ്ണിന്റെ പേരിന്റെ ആദ്യ അക്ഷരമാണത്, കൺഫർമേഷൻ. കണ്ടോ? So brother Anup said, yeah, that is the first letter of her name. അപ്പൊ നിങ്ങൾ ഗിഫ്റ്റുകൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. When യൂസ് you ചെയ്യുക. keep using the gift, when you keep using the gift, it will be sharpened. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രാക്ടീസ് എന്നൊരു വാക്കാണ് മറ്റൊരു ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തേക്കുന്നത്. പ്രാക്ടീസ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് കൊടുത്തേക്കുന്നത്. Another word used is practice your spiritual gift. എക്സസൈസ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ്. Exercise your spiritual gift. യൂസ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ്. Use your spiritual gift. അപ്പൊ നിങ്ങൾ ഇതിനെ നിങ്ങളിപ്പോ ഇതിന്റെ അകത്ത് വന്ന് യൂസ് ചെയ്തില്ലേ? കണ്ടോ? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടായതുകൊണ്ടല്ലേ യൂസ് ചെയ്യാൻ പറ്റിയത്. We have a platform, so we used it here. നമ്മുടെ മിക്ക സഭകളിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം കുറവാണ്. Many other people do not have such എന്റെ a കാരണം platform. പല ദേവദാസന്മാരുടെ മനസ്സിന്റെ അകത്ത് അവർക്കുമില്ല, ഇത് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. Many men of God say that it is a gift which is yet to come. അത് പിശാചിന്റെ തന്ത്രമാണ്. That is a tactic of the devil. കാര്യം ഓൾറെഡി നിങ്ങൾ പുത്രനായതുകൊണ്ട് നിങ്ങൾ അവകാശിയാണ്, ദൈവത്തിന്റെ മക്കളാണ്. Because you are a son of God, you are an heir of God. ഓരോ ദിവസം കഴിയുമ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച് നരകത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. Day by day, many are dying and going to hell. നിങ്ങൾ പുറപ്പെടാൻ താമസിക്കുന്ന ഓരോ സെക്കൻഡിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. If you are starting late, every minute people are dying. അതിനാണ് കർത്താവ് ഗിഫ്റ്റുകൾ തന്നിരിക്കുന്നത്. That is why gifts are given to you. ഇത് നിങ്ങളിൽ ഇപ്പൊ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോ കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ബസ്സിലോ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. You can use this anywhere in the public place. ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. Don't use it for your glory. നിങ്ങളുടെ മഹത്വത്തിലേക്ക് പയ്യെ കൊണ്ടുവരാൻ നോക്കും. It is a very common habit to bring it to your glory. പിശാചിന്റെ ആഗ്രഹം ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കൊണ്ടുപോകണമെന്ന്. The devil wants the glory should be with you, not to എപ്പോഴും God. ഓർത്തോണം, ഇത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ്. Remember that the glory should only be നിങ്ങളെ gone to God. നടത്തുന്നവർക്ക് കീഴ്പ്പെടുക ചെയ്യണം. You should be submissive to the അവരെ mentor of നിങ്ങൾ yours. അനുസരിക്കുന്നവരാകണം. You should be obeying your mentor. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്പിരിച്വൽ ഗിഫ്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആരെയാണോ നിങ്ങളെ നയിക്കുന്നത് അവരെ നിങ്ങൾ അനുസരിക്കുകയും കീഴ്പ്പെടുന്നവരുമാകണം. You should be obeying and being submissive to the people who train you. കാര്യം നിങ്ങൾക്ക് ഇപ്പം നിഖിൽ പത്രന്റെ അടുക്ക വന്നിട്ടാണ് നിങ്ങൾക്ക് കർത്താവ് ഇങ്ങനെ ഒരു ഗൈഡൻസ് തന്നെങ്കിൽ, If you have this guidance from Nikhil brother, നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. you should be praying for Nikhil brother. ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനെ എപ്പോഴും ആ രീതിയിൽ തന്നെ കാണുന്നത്. I always look at my spiritual father like this. അതുപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കണ കാര്യം ഞാൻ പറഞ്ഞത്, മഹത്വം ദൈവത്തിനുള്ളത്, ഒരു സ്പിരിച്വൽ ഫാദറിനും ഇല്ല. You should note that all the glory to God. അപ്പൊ ശ്രദ്ധിക്കണം, അപ്പൊ സ്പിരിച്വൽ ഗിഫ്റ്റുമായിട്ട് എന്താ ഇതിന്റെ ബന്ധം എന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. What is the connection to the spiritual gifts? You അപ്പൊ should understand all of this. പ്രവചന ശുശ്രൂഷ ദൈവം തരുന്നത് പോലെ ഗൈഡൻസിലെ ഞാനത് നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ സംഭവിച്ചേക്കാം. I will train you in prophecy as the Lord leads. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഗിഫ്റ്റാണ്, സ്പിരിച്വൽ ഗിഫ്റ്റിൽ ഒന്നാണ് പ്രവചന ശുശ്രൂഷ. Very careful gift is it has to be careful. അടുത്തത് ആത്മാക്കളുടെ വിവേചനം. And the discernment of the spirits. അപ്പൊ നിങ്ങൾക്ക് വിവേചിക്കുവാൻ പറ്റും. നിങ്ങൾക്ക് ആളുകളെ അടുത്ത് വരുമ്പോൾ തന്നെ ഇയാൾ എങ്ങനെയുള്ള ആളാണെന്നും ആത്മാക്കളെയും വിവേചിക്കാൻ പറ്റും, മനുഷ്യരെയും സ്പിരിറ്റിനെയും വിവേചിക്കാൻ പറ്റും. You can discern the people when they come near you and even the spirits. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മനുഷ്യനാകാൻ സാധ്യതയില്ല. Maybe it is not a man who is standing in front of you. മനസ്സിലാകുന്നുണ്ടോ? പിശാച് ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് കയറി വരാൻ സാധ്യതയുണ്ട്.
Maybe it's a devil in his body. നമുക്കറിയാം പഴയ നിയമത്തിൽ മരിച്ചുപോയ പ്രവാചകരുടെ ശരീരത്തിൽ പ്രവേശിച്ച് പ്രവചിക്കുന്നുണ്ട്. In the Old Testament, some devil is entering a body and prophesying. രണ്ട്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസൻ ഏത് ആത്മാവാണെന്ന് നിങ്ങൾക്ക് വിവേചിക്കണം. Second, the man of God in front of you is in what spirit speaking. ഇതിനാണ് ഡിസേണിംഗ് സ്പിരിറ്റ്, ഗിഫ്റ്റ് ഓഫ് ഡിസേണിംഗ്. That is what is called discerning the spirit. ഇത് രണ്ടും ഇത് നമുക്ക് വരുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് അത് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിൽ പോകണമെങ്കിൽ നമുക്ക് ശുശ്രൂഷ ഉള്ളപ്പോഴത് ചെയ്യാൻ പറ്റത്തുള്ളൂ. We can do this for a practice when the അതായത് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ലൈവായിട്ട് വരുന്ന സമയങ്ങളിൽ മാത്രമേ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. In a live deliverance meeting only we can operate. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് നോക്കിയാൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് അത് കാണാൻ പറ്റുന്നു. ട്രിവാൻഡ്രം നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗിൽ കൂടുതലും സ്പിരിറ്റുകൾ വെളിപ്പെട്ടായിരുന്നു. In our last Trivandrum meeting, more spirits were revealed. ഒരു സഹോദരി പറഞ്ഞ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് ആ ഭൂതം ഇളകി പോയപ്പോഴേക്കും കാഴ്ച ലഭിച്ചു. One lady who had a problem in one eye, when the spirit was released, her eyesight was restored. കണ്ടോ? അപ്പം ആ കണ്ണ് അടച്ചു കളഞ്ഞ ദുരാത്മാവായിരുന്നത്. It was an evil which closed her one eye. അടുത്ത വാക്യത്തിൽ പറയുന്നു വേറൊരുത്തന് പല ഭാഷകൾ. ഇതാണ് ഈ പല ഭാഷയാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഡിഫറെന്റ് ലാംഗ്വേജുകൾ. Yeah, in Acts 2 we see different languages, and that is the next gift of the Holy Spirit. അടുത്ത Different വാക്യം languages. ഇത് നമ്മുടെ അന്യഭാഷയല്ല. ശരിക്കും പറഞ്ഞ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷയല്ല ഇത്. This is not the tongues that we speak to our Father. ഇത് അപ്പോസ്തലപ്രവൃത്തിയുടെ ടങ്സ് ആണത്. This is the tongues that we see in Acts 2. അതായത് നിങ്ങൾക്ക് ഇപ്പൊ അറബി അറിയത്തില്ല, പക്ഷെ നിങ്ങൾ അറബി അന്യഭാഷ പറയും. You don't know Arabic, but you speak in tongues through Arabic. അടുത്തത് അതിന്റെ വ്യാഖ്യാനം, അതായത് അറബി അതിന്റെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. And you can translate it into Malayalam. ഞാൻ വീണ്ടും പറയുന്നു, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് അറബി പറയാമെന്ന അർത്ഥമല്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള സമയത്ത് അത് യൂസ് ചെയ്യും. It is not possible to speak in Arabic every time, but whenever Holy Spirit intends. ഓക്കെ, നമ്മൾ ഇനി അടുത്ത കുറച്ചും കൂടെ ഭാഗത്തിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. We are going to the next session. റെഡിയാണോ നിങ്ങൾ? Are you ready? ആരും മിണ്ടുന്നില്ല. Yes, we are ready. റെഡിയാണ്. ഷമന റക്കമസിയാന്തി റികോഷ ലഖബർ റക്കമസിഖു റൽബിസിയ ഷമന. നമുക്കൊരു രണ്ട് മണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു 6:30 ആകുമ്പോൾ പ്രാർത്ഥന വീണ്ടും ഇന്നത്തെ പോലെ ക്ലോസ് ചെയ്യും. വീണ്ടും സെക്കൻഡ് പാർട്ട് നമ്മൾ 3 മണിക്ക് പിന്നെ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. ആ 1 മണിക്കൂർ നിങ്ങൾക്ക് ബൈബിൾ വായിക്കണം. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുള്ളത് ഒന്ന് പ്രിപ്പയർ ആകുക ഡെലിവറൻസ് മീറ്റിങ്ങിന് വേണ്ടി. നിങ്ങൾക്ക് എന്താണോ ആ സമയത്ത് കർത്താവ് പറയുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇവിടുത്തെ ടൈം എത്രയാ ബ്രദറെ? 3 മണി അവിടുത്തെ ടൈം? സോറി, UK ടൈം, സോറി ഇന്ത്യൻ ടൈം വരുമ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴാണ് ക്ലോസ് ചെയ്തത്? 6:30 6:30 we close and 7:30 we'll come back for the next session. ക്ലോസ് ചെയ്ത് 7:30 തുടങ്ങി. ഓക്കെ, 6:30 ഇന്ത്യൻ സമയം 6:30 ആണേ. 6:30 we will close. ഇന്ത്യൻ സമയം 7:30. ഇന്ത്യൻ സമയം 7 എന്ന് പറയുമ്പോൾ UK ടൈം 3 മണി വരും. UK time 3, Indian time 7:30 we'll come back. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചോണം, ബോഡി പാർട്സുകളിൽ പെയിനുകൾ, രോഗങ്ങൾ, വേദനകൾ, അത് ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് കർത്താവ് റിവീൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ബ്രദർ ഇത് വെറുതെ പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ലൈവായിട്ട് നിങ്ങളിപ്പോ കണ്ടില്ലേ ഇതിനകത്തെല്ലാം? You saw it lively that how the word of knowledge happened, word of wisdom happened. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ദൈവം ഇതെല്ലാം ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. God has given it to you. എനിക്കത് ദൈവകൃപയാൽ ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. I can tell you because I am operating in it. നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ പോകാവുള്ളൂ. You should go to only such places. അല്ലെങ്കിൽ നിങ്ങൾ കെട്ടപ്പെട്ടു പോകും. Otherwise you will be bound. കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ആത്മഭാരം നിങ്ങളിൽ ഉണ്ടെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാതെ വരും. Even though you have a burden for souls, you want. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന സഭകളിലേ പോകാവുള്ളൂ. ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻകറേജ് ചെയ്യുന്ന സഭകളിലേ പോകാവുള്ളൂ. You should go to only places who encourages you. അങ്ങല്ലാത്ത സഭകളിൽ പോകരുത്. Don't go to places. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ പ്രകാശിക്കാൻ കഴിയാതെ പോകും. You will not be able to shine forth. ഞാൻ ഇവിടെ വരണമെന്നൊരു ആശയമല്ല പറയുന്നത്. I'm not telling you to come here. ലോകത്തിൽ എവിടെ പോയാലും wherever you go, അങ്ങനെയുള്ളിടത്തെ കണ്ടുപിടിക്കാവുള്ളൂ.
You should find a കാര്യം place നമ്മുടെ such. ലക്ഷ്യം വളരുക എന്നുള്ളതാ. Our aim is to grow in the നമുക്ക് spirit. പിന്നെയും പ്രാർത്ഥിക്കാം. റോമ ലാസഫ് Let's റാസി pray. ബനാഫ റാസിബ ടോഷല ബാറ സിറ്റോഫ റീകമന സുഫാറിയ ലെഫ്രോ ഫറു ഫലു ഫറു. എന്റെ ഉള്ളത്തിൽ രണ്ട് വ്യക്തികളെയാണ് വെളിപ്പെട്ട് വന്നേക്കുന്നത്. ഒന്ന് ജിതിൻ എന്നുള്ള ഒരു പേരും ജ്യോതി എന്ന് പറയുന്ന രണ്ട് പേരും എന്റെ മനസ്സിൽ വന്നു. ജ്യോതിയും ജിതിനും വന്നു. I ജ്യോതി got Jyoti and Jitin. ഈ രണ്ട് ജിതിൻ എന്റെ സഹോദരന്റെ മോനെ. സഹോദരന്റെ മോന. ജ്യോതിയുമായിട്ട് ബന്ധമുള്ളത് ആരാ? ജ്യോതി ബ്രദറെ ഇവിടെ എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി വന്നൊരു ചേച്ചിയുടെ ആങ്ങളയുടെ മക്കളാണ് ഈ രണ്ടുപേരും ആ മക്കളാണ്. Oh, yesterday that lady had a guest in her house, and these two are her sons, Jitin and Jyoti. ജിതിൻ ആൻഡ് ജ്യോതി അവരുടെ മക്കളല്ലേ? അല്ല, ജിതിനും ജ്യോതിയും വന്നാരാ? ജിതിനും ജ്യോതി എന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയുടെ ആങ്ങളുടെ മക്കൾ, അവരുടെ അച്ഛൻ തൂങ്ങി മരിച്ചതാ. കണ്ടോ? അപ്പൊ ജിതിന്റെയും, നീ ശ്രദ്ധിച്ചോണം, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ജിതിനും ജ്യോതിയും രണ്ടുപേരും ഒരുമിച്ച് കാണിച്ചു. അപ്പൊ പറഞ്ഞു ആങ്ങളെയും പെങ്ങളുവാ. അവർ വീട്ടിൽ എന്നാ സംഭവിച്ചത്? തൂങ്ങി മരണോ. അപ്പം ആ മരണശക്തി അവിടെയുണ്ട്. ഈ മരണശക്തി ഇത് പിതാവിനെ നശിപ്പിച്ചിട്ടും ഈ രണ്ട് തലമുറയെ കൊണ്ടുപോകാൻ നിൽക്കുക. ഇപ്പൊ മനസ്സിലായോ? It destroyed their father, Jitin and Jyoti, and still the spirit want to take them. അപ്പൊ കർത്താവ് എന്തിനത് വെളിപ്പെടുത്തിയത്? Why God revealed into ആ us? പിശാചിനെ ഇനി അവിടെ നിന്ന് ഇറക്കുവാൻ To cast out that devil from that place. ആരുവാണോ ഇപ്പൊ കണക്ട്, ഇപ്പൊ സ്മിത സിസ്റ്റർ വാട്ടിലെ കണക്ഷൻ മീൻസ് അറിയാവുന്നത്, സിസ്റ്ററുടെ മേലേക്ക് ആ പകർച്ച വെളിപ്പെടാൻ വേണ്ടി പോവാ. That gifting is going to. ആ പിശാചിന്റെ ലക്ഷ്യം ഇവർ രണ്ടും ഇതുപോലെ മരിക്കണം. The devil wants these two to die like their father. അപ്പൊ സിസ്റ്ററുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. പേടിക്കണ്ട, യേശു കൂടെയുണ്ട്. The Smita sister should go and pray for them. അവരോട് സുവിശേഷം പറയാൻ ലഭിക്കുന്ന അവസരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയാൽ പറഞ്ഞോണം. ബ്രദർ അവരെ ഇതുപോലെ ചർച്ചിൽ കൊണ്ടുവന്നപ്പം പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോ അവര് ഓടിക്കളഞ്ഞു, പേടിച്ചുപോയി. സാരമില്ല, ഏറ്റവും ബാക്കി പോയി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് പിശാച് അവരെ പുറകോട്ട് വലിക്കുന്നത്. അവരെ വ്യക്തിപരമായി സംസാരിക്കണം കേട്ടോ. ഓക്കെ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. റമാസ് ഫെറ്റർ റബഷ് എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മാവ്, എന്റെ യേശു, എന്റെ ഉള്ളത്തിൽ ഭയങ്കര ഫ്ലോ വന്നോണ്ടിരിക്കുക. കാര്യം നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ നിങ്ങൾക്ക് വർക്കാവുമ്പോൾ എനിക്കത് ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഇത് ആൾക്കാർ ചിന്തയിൽ ഇത് പകരുമ്പോ തീർന്നു പോകും, അതുകൊണ്ട് ആരും കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. ഇത് അറിയത്തില്ല. ഇത് ഇമ്പാർട്ടേഷൻ കൊടുക്കുമ്പോൾ പലരും ഇത് ഇമ്പാർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഇമ്പാർട്ടേഷൻ കൈവച്ചാലും പരിശുദ്ധാത്മാവാണ് അതിന് ഇമ്പാർട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചോണം. Holy Spirit imparts the gifting to you, and it will never gonna diminish in me. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെയും റിമലാസുഫന അറിയിക്കട്ടെ. ചില പേരുകളെ കറുത്ത് നമുക്കിപ്പം ചില പേരുകളിലേക്ക് ഒന്ന് പോകാനുള്ളത് വരുക. പേരുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സൺ, അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എന്റെ പേര് നിഖിൽ. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്റെ ബ്രദർ ആകാം, എന്റെ സിസ്റ്റർ ആകാം, ആണും പെണ്ണും, അതായത് ജെൻഡറുകൾ, അടുത്ത വ്യക്തിയുടെ പേരുമായി ബന്ധപ്പെട്ട ജെൻഡറുകൾ വെളിപ്പെടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഡേറ്റുകളും വെളിപ്പെട്ടാലും ശ്രദ്ധിച്ചു, നമ്പറുകളോ ഡേറ്റുകളോ വെളിപ്പെട്ടാലും ആ ഒരു ഫ്ലോ നിങ്ങളിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഒന്ന് ശ്രദ്ധിച്ചോണേ. We are going to get names and numbers related to it, any codes related to it. Pay attention. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. നമുക്ക് വീണ്ടും അതിനുശേഷം അന്യഭാഷ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. മ്യൂട്ട് മാറ്റാതെ അന്യഭാഷ പറഞ്ഞാൽ മതി. പയ്യെ അന്യഭാഷ പറയുക. അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് ഒരു സംഭവം ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് പോലെ അന്യഭാഷ പറയണം. റീഖ പയ്യല്ല, നമുക്ക് ആ ഒരു ഫോഴ്സിൽ ഒരു സംഭവം റിലീസ് ആകുന്ന രീതിയിൽ. ചിലപ്പോ രോഗങ്ങൾ വെളിപ്പെടുവേ, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ രോഗങ്ങൾ വെളിപ്പെടും. അതും ശ്രദ്ധിച്ചോണം. ചിലപ്പോ ഒരു പേരും വെളിപ്പെട്ടില്ലെങ്കിലും ശ്രദ്ധിക്കുക, രോഗങ്ങൾ വെളിപ്പെടും.
Shindana Farakasi Fanasufara Tedika Bara 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 Balakasarikada. Setori ande di koda dedike masafraka tusha manifesta rika deri bara shandala bartala fartana shamdala rikada fanasu faraka nazafa ragade kartave spiritual training and kartave spiritual training and kartave rima sofa lava Thank you for the spiritual parishudhal training, bave Lord. angada kruba rika bara basha rika Praise the manasufa Lord. in the Praise. name of Jesus. So raba Yes. so Yes, fara Lord. so fara lema faruma si talava ragaderi dosha gaderi la raderi reveal I beriga reveal I beriga reveal I beriga reveal I beriga Zoe Navahoshi Mahafila who has Yahova Hania Sinafilia Hosania Gola Zayo Fana Hovazian de Hova Hazia Mahusha Lahavazian Duhusha Lahasi Ranona Hasifena Halahufia dedike Masafara Fara Bara Safa Shimana Huda dedike Nasofana Kada dedike Barakateka Magara Lakabasikada Sato Shatu 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 Rake Masafena Ladosha Tedi Kamarasian dedi ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് പ്രകാശിക്കട്ടെ പ്രകാശിക്കട്ടെ സ്പിരിച്വൽ ഐസുകൾ പ്രകാശിക്കട്ടെ അനേകർക്ക് പ്രയോജനപ്പെടട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓപ്പൺ ആയി വരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഷാർപ്പ് ആകട്ടെ ഷാർപ്പ് ആകട്ടെ ഷാർപ്പ് ആകട്ടെ ഷാർപ്പ് ആകട്ടെ ഷാർപ്പ് ആകട്ടെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ Raise the bombs, Lord. Lord Jesus Christ, Lord Jesus Christ, Lord Jesus Christ. Oh, Malia, Seva, Leba, Zela, Bela, Lasso, Fala, Shele Behofa, Haliahofa, Siantela, Moshala, Ziandiri. Fena, Ziandiri. Amen. ഒരു 2 മിനിറ്റ് വേണ്ട 1 മിനിറ്റ് മതി 1-2 മിനിറ്റ് എടുത്തു പെട്ടെന്ന് എഴുതിക്കുക എല്ലാം വന്നതെല്ലാം എവിടെ ഉള്ളതാണോ എന്തൊക്കെയാണ് ഒന്ന് ഇപ്പൊ അന്യഭാഷ പറയണ്ട ജസ്റ്റ് ഫ്രീ ആകുക മൈൻഡ് ഫ്രീ ആക്കുക Free your mind and write down whatever you got until now. Take a ബ്രദറെ minute or so. 1 മിനിറ്റ് ഇപ്പൊ പറയല്ലേ 1 മിനിറ്റ് ഒറ്റ Don't മിനിറ്റ് speak up now. ഞാൻ ഒറ്റ മിനിറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകുവാണ് കർത്താവിൽ നിന്ന് Free up your കേൾക്കുവാണേ mind. കണ്ണടച്ചോണേ നിങ്ങൾ വളരെ Close your eyes. എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം എനിക്ക് ഈ സമയത്ത് എനിക്ക് പുതിയ അന്യഭാഷയുടെ ലെവലിലേക്ക് ഞാൻ മൂവ് ചെയ്തു പുതിയ എന്തോ എന്റെ മേൽ പകർന്നു കർത്താവ് Hallelujah. ആരും അന്യഭാഷ പറയണ്ടേ ജസ്റ്റ് നിങ്ങൾ ക്വയറ്റ് ആകുക ഒന്നും മിണ്ടണ്ട ജസ്റ്റ് നിങ്ങളുടെ സ്പിരിച്വൽ ഐസിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് ദൈവാത്മാവ് ചില കാഴ്ച കാണിക്കുന്നു നിങ്ങൾക്കിപ്പം ഭയങ്കരമായിട്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ബ്രദറെ കുറെ കാഴ്ചകൾ അതെല്ലാം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ സൈൻ അത് ഓവർഫ്ലോ വരാൻ തുടങ്ങും ഓവർഫ്ലോ പല കാഴ്ചകളാണ് അതിന്റെ അകത്ത് നമ്മൾ വിവേചിച്ച് സ്പെസിഫിക് ആയിട്ട് പോകും Flow of things from the Lord, but you discern them. അന്യഭാഷ പറയണ്ടേ നിങ്ങൾ പറയണ്ട Don't be speaking in tongues, just be quiet with the Lord. താങ്ക് യു ഹോളി സ്പിരിറ്റ് മതി പെട്ടെന്ന് കമന്റ് ചെയ്തേ പറയണ്ട നിങ്ങൾ പറയണ്ട കമന്റ് ചെയ്തേ പെട്ടെന്ന് കമന്റ് ചെയ്തേ Don't have to speak, just comment it. എന്റെ ഉള്ളത്തെ കർത്താവ് പറയുകയാണ് ഈ ഒരു ജോയിയുടെ ഫാമിലിയെ കർത്താവ് കാണിക്കുക ഈ ജോയിയുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ആൺ തലമുറയെ പ്രാർത്ഥിക്കാൻ കാണിക്കുകയാണ് ജോയിയുടെ ഭവനത്തില് ജോയ് God is showing me a Joy's house and a son to be prayed for. ആ കുടുംബത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കാൻ നിയോഗം തരുവാണ് ജോയിയുടെ God ഫാമിലി is asking ആരാണോ you to pray for them. ഓക്കെ റെഡിയായി നിങ്ങൾ കമന്റിലോട്ട് പെട്ടെന്ന് പോവുക ശ്രദ്ധിക്കുക രോഗങ്ങൾ വേദനകൾ വെളിപ്പെട്ടവരും ഉണ്ടെങ്കിൽ പറഞ്ഞോണേ ഓക്കെ There is any sickness revealed, pain revealed. കുറെ നെയിമുകൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് എനിക്കറിയാം പുറത്ത് പോയി നോക്കുക കുറെ പേര് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാതെ കമന്റുകൾ നോക്കുക കുറെ പേര് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു പേര് റീബ എന്നുള്ള പേര് അനുപമ സുനില് സെപ്റ്റംബർ 18 സോണിയ
റൂത്ത്. ഈ പേരെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. കാര്യം എൻ്റെ ഉള്ളത്തിൽ പറയും, നിങ്ങൾ ഇന്ന് ഡെലിവറൻസ് മീറ്റിങ്ങിലും കൂടെ ഇത് കമൻറ്റ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് ഓവർഫ്ലോ വന്നിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക്. ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓവർഫ്ലോ വരും. അതായത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ സ്പിരിച്വലി ഇതെല്ലാം കണക്റ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓവർഫ്ലോ വരുന്നുണ്ട് നിങ്ങളിൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് പേരുകളുമായിട്ട് ബന്ധപ്പെട്ടവരാരൊക്കെയാ? ബ്രദറെ, അനുപമ ഞാൻ ഏറ്റെടുക്കുന്നു. അത് 31 വർഷത്തിന് ശേഷം എനിക്ക് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയ, ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ച് ഒരുമിച്ചായിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചു. അപ്പൊ അവള് വലിയ ഭാരത്തിലാണ്, അവൾക്ക് കുഞ്ഞുങ്ങളില്ല, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. അസുഖമൊക്കെ ഉണ്ട്. ഓക്കെ, മറ്റു പേരുകൾ? ബ്രദർ സുനിൽ എന്റെ ബ്രദർ, ഹസ്ബൻഡിന്റെ ബ്രദറാണ്. ഹസ്ബൻഡിന്റെ ബ്രദർ. അപ്പൊ പേര് വെളിപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പേര് വെളിപ്പെടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്താ കാണിക്കുന്നത്? ഡേറ്റ്, മാസം, സമയമല്ല, കോഡുകൾ, വാക്കുകൾ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കൃപാവരം. അതായത് ഇപ്പൊ ഇത് പ്രൊഫസി കണ്ടേക്കാം, പ്രവചനവരവും കൂട്ടത്തിൽ കയറി വരും. അപ്പൊ ഞാൻ പ്രവചനവരം അതെങ്ങനെയാണ് പറയുക അതിന്റെ ഇപ്പൊ ഓക്കെ, ഇത് പോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ using the prophet, we are using the word of wisdom. Whatever you get, ask for more details about it, connected information about it. ബ്രദറെ, സെപ്റ്റംബർ 18 കൂടെ കാല് പൊട്ടി ഒഴുകുന്നത് കാണിച്ചു. സെപ്റ്റംബർ 18 കൂടെ There is a September 18th being revealed, and a bruise in the leg is being revealed. എനിക്ക് നിങ്ങളിപ്പം ഈ ടൈപ്പ് ചെയ്തേക്കുന്ന പല പേരുകളിലും ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ പ്രയറിലുള്ള ആളുകളുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളും പല കാര്യങ്ങളും. Many names typed here is connected to people in the prayer group. കാര്യം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു പ്രേരണ തരുവാണ്. കാരണം ഇത് നമ്മൾ മാത്രം ഈ ഗിഫ്റ്റ് യൂസ് ചെയ്താൽ പോരാ, അവരും ഇതിൻ്റെ അകത്ത് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണ്. We should not be using the gift for only us. അവർക്കും കൂടെ ഉള്ളതും കൂടെ കർത്താവ് അത് പകരുന്നുണ്ട്. സെപ്റ്റംബർ 18 എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. സെപ്റ്റംബർ 18 അത് ആർക്കാ റിവീൽ ആയത്? ബ്രദറെ, എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18 ബർത്ത്ഡേ ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി ഉണ്ട് അല്ലേ? അപ്പൊ മുട്ടിന് ഒടിവുണ്ടായിരുന്നല്ലേ ബ്രദറെ? സോണിയ എന്റെ അഞ്ചത്തിയുടെ മകളാണ്. അപ്പൊ സോണിയ വന്നത് കുറച്ചു മുമ്പേ സോണിയ വന്നിട്ടുണ്ടായിരുന്നു. സോണിയ എന്റെ അഞ്ചത്തിയുടെ മകളാണ്, മോളുടെ കൂട്ടുകാരത്തിയും കൂടിയാണ്. അപ്പൊ സോണിയ വന്നവര് ശ്രദ്ധിച്ചോണം. അപ്പൊ 3 പേര് സോണിയ പറഞ്ഞു. അപ്പൊ ഈ 3 പേരിൽ ആരോടാണ് ഇടപെടേണ്ടത്? 4 പേര് സോണിയ വന്നെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നിങ്ങൾ കയറേണ്ടി വരും. Suppose there are 4 Sonias revealed, climb into the next step. പറഞ്ഞത് അച്ഛന്റെ ചേട്ടനാണ്. ജോയി പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലേ. ജോയിയുടെ മോനുണ്ടോ? ഇല്ല, 3 പെൺപിള്ളേരാണ്. മോനുള്ള ജോയി ആണല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലേ പറഞ്ഞു ഉറക്കത്ത് ഞാൻ? എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ പേര് ജോയി എന്നാണ്. മോനുണ്ട്, അതാ ചോദിച്ചത്. അവരുടെ വീട്ടിൽ ജസ്റ്റ് ഒരു ലേഡിയുടെ ഫോട്ടോ, ഫീമെയിൽ ഫോട്ടോയാണ് കാണുന്നത്. ഫ്രണ്ടിൽ കയറി വരുമ്പോ കണ്ടിട്ടുണ്ടോ? ഞാൻ റൂമിലാണ്, എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചു നോക്ക് കേട്ടോ. ഫോട്ടോ വെച്ചേക്കുന്ന ആരുടെയാന്ന് ചോദിക്കണം. ഒറ്റ ഫോട്ടോ, സിംഗിൾ ഫോട്ടോയാ ലേഡിയുടെ. ലേഡി ചിലപ്പം മെയിൽ അല്ല, ഫീമെയിൽ ഫോട്ടോയാ. ബ്രദർ, എന്റെ പപ്പയുടെ പേരും ജോയി എന്നാണ്, മരിച്ചു പോയതാണ്. മോനുണ്ടോ? മോനുണ്ട്. അവിടെ ഫോട്ടോ വെച്ചേക്കുന്ന ആരുടെ? ലേഡിയുടെ ഫോട്ടോ, ഫ്രണ്ടിൽ ഹോളിൽ മോളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. മോളുടെ ഫോട്ടോയോ? മോളുടെ ഫോട്ടോ വെച്ചേക്കുന്നത്. ഒറ്റ ഫോട്ടോയാ അത്? ഒറ്റ ഫോട്ടോ. മോൾ എവിടെയാ ഇപ്പം? എന്റെ മോളുടെ ഫോട്ടോ എവിടെ വെച്ചേക്കുന്ന? ഫ്രണ്ട് ഹാളിൽ വെച്ചിട്ടുണ്ട്. ഈ ജോയിയുടെ വീട്ടില്? അതെ അതെ. ഓക്കെ, സിസ്റ്ററുടെ മോളുടെ ഫോട്ടോയാ? ജോയി എന്ന് പറഞ്ഞ സഹോദരന് ഒരു മോനും ഉണ്ട് അല്ലേ? അതെ ഉണ്ട്. ലോർഡ് ജീസസ്, എന്നെ ഉള്ളത്തിൽ ജൂൺ മാസം ഇങ്ങനെ കണ്ടുപിടിക്കുക.
അതെ 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 എന്റെ ആങ്ങളയുടെ ബർത്ത്ഡേ ആണ് ബ്രദറെ. ജോയിയുടെ. അതെ അതെ എന്റെ അതെ ബർത്ത്ഡേ ബ്രദറെ. ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോ ജോയിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇപ്പൊ ആലോചന I'm ജോയിയുമായിട്ട്. talking about Joy's house, അപ്പം and the സിസ്റ്റർ Joy is born in June now. അപ്പൊ ഒരു സൈൻ എന്നെ കാണിച്ചു, അവിടെ ഒരു മോനുള്ള ജോയിനെ കാണിച്ചു. And God told me that Joy has a അപ്പൊ son. 2-3 പേര് വന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. And 3-4 names came. അപ്പൊ ഒരു ഫീമെയിൽ, അതായത് എനിക്ക് ഒരു ലേഡിയുടെ ഫോട്ടോ, അതായത് പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആണ്, മെയിൽ അല്ല ഫീമെയിൽ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സിംഗിൾ ഫോട്ടോ അതിന്റെ ഫ്രണ്ടിലുണ്ട്. God is showing me another sign that there is a lady's photo in that അപ്പൊ wall. അടുത്തൊരു സ്റ്റെപ്പ് കൂടെ കർത്താവ് പറഞ്ഞു ജൂൺ മാസം. അപ്പൊ സിസ്റ്റർ പറഞ്ഞു ജോയ് എന്ന് പറഞ്ഞ സഹോദരൻ ജനിച്ചത് ജൂൺ മാസം. കണ്ടോ? So God is എന്റെ giving me another step. ആങ്ങളെയാണ് ബ്രദർ. ബ്രദർ ജനിച്ചതാ. മോന്. അതെ അതെ ആങ്ങളുടെ മോനാണോ ആങ്ങളെയാണോ? അതെ ബ്രദറെ, ആങ്ങളെയാണ്. എന്റെ പപ്പയാണ് ജോയി. ഓ സോറി, ആങ്ങളെയാണ് ജൂൺ മാസത്തിലുള്ളത്. ഓക്കെ സോറി. So the പപ്പയാണ് ജോയി, sister's father is Joy, brother is the അതായത് son. ഈ ഫോട്ടോ ഇരിക്കുന്നത് മോളുടെ ഫോട്ടോ. എന്റെ മോളുടെ ഫോട്ടോയാ. ഓക്കെ, ഈ And the ജൂൺ photo മാസത്തിൽ is the ജനിച്ചത് മോൻ. sister's daughter. എന്റെ ആങ്ങള. അതായത് ജോയിയുടെ മോൻ. ജോയിയുടെ മോൻ. അതെ 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 ബ്രദറെ. അപ്പൊ നിങ്ങൾ കേട്ടായിരുന്നു തുടങ്ങിയത് എവിടെ നിന്നാണ്? ജോയിനെയും മോനെയും കാണിക്കുന്നു പറഞ്ഞു. അവിടെ ഫ്രണ്ടിൽ ഒരു അടയാളമായിട്ടൊരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. ജൂൺ എന്ന് പറയുന്ന ഒരു മാസം വെളിപ്പെട്ടു. അപ്പൊ പറഞ്ഞു ജോയി എന്ന് പറയുന്ന പിതാവിന്റെ മോൻ. ഈ പറഞ്ഞ ജോയിനെയും മോനെയും കാണിച്ചപ്പം ഈ മോന്റെ ആണ് ജൂണിൽ ജനിച്ചിരിക്കുന്നത്. സിസ്റ്ററെ, ഇനി ഇതിന്റെ അകത്തെ ഒരു ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. There is a block in their ആ life. ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ് ജോയിൽ നിന്ന് ആരംഭിച്ചതാണ്. That block started from Joy, the father. ഇതൊരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാ. It is related to a land. ഇത് കുറെ വർഷം പഴക്കമുള്ളതാ. It's very old. ഇന്ന് ഇത് ബ്രേക്ക് ആകുമ്പം Today when it breaks, ഇതിന്റെ സ്വാധീനം നടക്കുന്ന ആ ഫോട്ടോ ഇരിക്കുന്ന ആ മോളല്ലേ, മോളുടെ മേലും ജൂൺ മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ മേലും ഇതിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് കിടപ്പുണ്ട്. that influence of the Joy's land deal ഞാൻ is in the sons and the daughters. ഇവിടെയാണ് നമ്മൾ അതോറിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പോവാണേ. Here we are going to use the authority. യേശു പറഞ്ഞ പാമ്പുകളെയും തെറുകളെയും ശത്രുവിന്റെ മുഴുവൻ ചവിട്ടാൻ നമുക്ക് അധികാരമുണ്ട്. We have the authority to travel. ഞാൻ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ കേഴ്സ് ബ്രേക്ക് ചെയ്യുക. We are using the authority to break the curse. ഇതിനനുസരിച്ച് എങ്ങനെ ബ്രേക്ക് എന്ന് നോക്കണം? യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ആ കുടുംബത്തിന്റെ അകത്ത് അവരെ ബ്ലോക്ക് ചെയ്ത ആ കേഴ്സിനെയും ആ ബാധയെയും ഞാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഫ്രീ ആകട്ടെ. ബ്രദറെ, അത് സാധാ ഒരു മരണമായിരുന്നില്ല ബ്രദറെ. വിഷം കഴിച്ചാ മരിച്ചത്. കണ്ടോ? മദ്യം കഴിക്കുമായിരുന്നു. അങ്ങനെ അതിന്റെ വിഷം കഴിച്ചു, വിഷം മരിച്ച ബ്രദറെ. ജോയി പിതാവ്. Joy didn't have a normal death. He poisoned himself. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എവിടെ തുടങ്ങിയത്? ഇപ്പം പല മരണത്തിന്റെ പിന്നിലെ കാരണം മനസ്സിലായോ? Do you understand now the reasons for many deaths? നിങ്ങൾ ഞാൻ പറയാൻ വരൂ അതാ സിസ്റ്റർ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ ഇതിന്റെ ഒക്കെ? നമ്മൾ ഇനി ശ്രദ്ധിച്ച് നമ്മളിപ്പോ ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്? മനസ്സിലായോ? Listen how the details are being revealed. ഒരു മിനിറ്റ് സിസ്റ്റർ, ഇതെല്ലാം ഇപ്പൊ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോണേ, ഇത് നിങ്ങൾ അനേക വീടുകളിൽ പോയി ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. You should go to many places, many houses and do this. നിങ്ങൾ സൂമിൽ കിടന്ന് കറങ്ങാനല്ല ഞാൻ ഈ പറയുന്നത്. I'm not telling you to circle in this. പുറപ്പെടുക. യേശു പറഞ്ഞു പുറപ്പെടുക. Go. എവിടെ? യു ഗോ ഇൻ ടു ദ വേൾഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. ലോകത്തിന്റെ അറ്റത്തോളം പോണം. Go and preach the word, he said. അപ്പൊ ഇത് നിങ്ങൾ കോട്ടയത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ ഒതുകൊണ്ടവരല്ല നിങ്ങൾ. It is not limited to towns or cities. നിങ്ങൾ മുഴുവൻ പോകേണ്ടവരാ. ഓക്കെ, നിങ്ങൾക്ക് ഈ സമയത്ത് രോഗങ്ങളോ വേദനകളോ വെളിപ്പെട്ടവരുണ്ടോ? Any people had the sickness revealed? രോഗങ്ങളോ വേദനകളോ? ഞാൻ പറഞ്ഞില്ലേ, കാല് പൊട്ടി ഒഴുകുന്ന പോലെ കണ്ടു. അങ്ങനത്തെ ബുദ്ധിമുട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Is there any person who has a bruised leg?
ഉണ്ട്. ഇന്നലെ ഞാനൊരു ഭവനത്തിൽ പോവുകയുണ്ടായി. അവിടുത്തെ ആ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ടാണ്, സിസ്റ്റർ അല്ല, കുറെ നാളുകൊണ്ട് എന്നെ വിളിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നലെ അത് പോകാനൊത്തത്. അവിടുത്തെ ആ വ്യക്തി, ഞാൻ അതിന്റെ വീഡിയോ ഞാൻ വാട്സാപ്പിൽ ഇട്ട് തരാം. കമ്പി നേരത്തെ ഒടിഞ്ഞത് ഇട്ടതാണ്. ആ കമ്പി കാലയില് എവിടെയോ തട്ടി വീണപ്പോൾ പഴുത്ത് ആ കമ്പി മൊത്തം വെളിയില്ല. ആ വ്യക്തി വളരെയധികം വേദനയാണ്. ഹിന്ദു ഫാമിലിയാണ്, അവർക്ക് പ്രാർത്ഥിക്കുകയും കാര്യമൊക്കെയാണ്. എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോ ആ വ്യക്തിക്ക് പോരാത്തതിന് ക്യാൻസർ ആണ്, ആ കമ്പി എടുക്കാൻ പറ്റത്തില്ല, ഹാർട്ടിന്റെ പ്രശ്നമുണ്ട്. ആ പുള്ളിക്കാരത്തി അവയവങ്ങൾ ഒന്നുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർക്ക് പോലും അത്ഭുതം അത് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ആ വ്യക്തി സംസാരിക്കുന്ന നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയത്. അപ്പം അതാണോന്ന് എനിക്ക് അതിനുവേണ്ടിയാണ് ഞാൻ ധൈര്യമായിട്ട് ആ വ്യക്തിയെ പോയി വിടുതൽ, അതായത് ആ വ്യക്തിക്ക് ഡെലിവറൻസ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കണം. ആ വ്യക്തിക്ക് ഡെലിവറൻസിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഈ നിമിഷം ഇതിന്റെ അകത്ത് രോഗികൾക്ക് വേണ്ടി വേദന ശരീരത്തിന്റെ അകത്ത് ഉള്ളവരുണ്ട്. ഇതിന്റെ അകത്ത് വേദനകൾ ബോഡിയിലുള്ളവര്. I'm gonna pray for those who have pain. ഓക്കെ, നിങ്ങൾ ഇനി ആ കൃപാവരത്തെ ഉപയോഗിച്ച് ഇവർക്ക് വേണ്ടി, വേദന ഉള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. Use this gift of healing for all those who have pain. നിങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രവചന ശുശ്രൂഷയെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ ലൈവിലേക്ക് നമുക്ക് പോകാം. പ്രവചന ശുശ്രൂഷ We will learn how to use the gift of prophecy live. ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ അറിയേണ്ടതുണ്ട്. You should know some extra things. കാര്യം ഒരു കാരണം ലൈഫിനെ ടേൺ ചെയ്യുന്നതാണ് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി എന്നുള്ളത്. Gift of prophecy turns your life. ഓക്കെ, നിങ്ങൾ ഇപ്പൊ രോഗികൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. രോഗികൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വാ തുറന്ന് കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഹീലിംഗ് മിനിസ്ട്രി യൂസ് ചെയ്യാൻ പോവാ? ശ്രദ്ധിച്ച് ഒരു നിമിഷം നിങ്ങളിപ്പോ ഒരു വീട്ടിലോട്ട്, ഇപ്പൊ രോഗികൾ, വേദന ഉള്ളവരെല്ലാവരും ശ്രദ്ധിച്ചോണം, കൈ വെച്ചോണം. ഇന്ന് നിങ്ങൾക്ക് സൗഖ്യമാ. അപ്പൊ നിങ്ങളൊരു വീട്ടിലോട്ട് ഇപ്പൊ ചെല്ലാൻ വേണ്ടി പോവാണ്, രോഗിയെ കാണാൻ വേണ്ടി പോവാ. എങ്ങനെയാണോ നിങ്ങൾ ആ വ്യക്തിയിലെ നിങ്ങളുടെ കൃപാവരങ്ങളെ ഉപയോഗിച്ച് യേശുക്രിസ്തുവിലുള്ള സൗഖ്യത്തെ പകരാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ച ആ വ്യക്തി, ആ രോഗികളെല്ലാം കൈവച്ച് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ പ്രയർ സ്റ്റേഷനിൽ ഇനി മുതലുള്ള എല്ലാ പ്രയർ സ്റ്റേഷനിലും ഇതിന്റെ എല്ലാം നമുക്ക് ലൈവ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരിക്കും. പ്രാർത്ഥിച്ചു എല്ലാവരും. ആ രോഗശക്തിയെ ബ്രേക്ക് ചെയ്യണേ. ശ്രദ്ധിച്ച് നിങ്ങൾ രോഗം മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന്, രോഗശക്തികളെ ബ്രേക്ക് ചെയ്യണം, രോഗത്തിന്റെ ദുരാത്മാവിനെ ബ്രേക്ക് ചെയ്യണം, വചനം എന്ന വാളുകൊണ്ട് വെട്ടണം, എന്നിട്ട് വേണം നിങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി. തുടങ്ങിക്കൂ. എല്ലാരും പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. രോഗികളെല്ലാം കൈവച്ചോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും കൽപ്പിച്ച്, രോഗം മാറാനുള്ളവരും കൽപ്പിച്ചോണം, കൈവച്ചവരും കൽപ്പിച്ചോണം, പ്രാർത്ഥിക്കാൻ പോകുന്നവരും കൽപ്പിച്ചു. മ്യൂട്ട് മാറ്റി പ്രാർത്ഥിച്ചു. അന്യഭാഷയല്ല, കൽപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ. യേശു കൽപ്പിച്ച് വചനം പറഞ്ഞ് രോഗത്തെ വെട്ടിക്ക്, വചനം പറഞ്ഞ് രോഗത്തെ വെട്ടിക്ക് യേശുവിന്റെ നാമത്തിൽ. Healing in the name of Jesus. The power of the healing is moving. The power of the healing is moving. കാലുകളുടെ മേൽ, കൈകളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, ശരീരത്തിന്റെ മേൽ പോരാടുന്ന രോഗശക്തിയെ നിന്നെ ഞങ്ങൾ ഇപ്പോൾ വെട്ടി താഴെ ഇടുക. Healing in the name of Jesus. Healing power is moving. ആ കാലുകളുടെ മേൽ തീ കത്തുക യേശുവിന്റെ നാമത്തിൽ. The power
power of the healing, the power of the healing, the power of the healing, the power of the deliverance, the power of the miracle in the name of Jesus. പരിശുദ്ധയാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ അപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്നല്ലോ അപ്പാ. പരിശുദ്ധയാത്മാവേ, അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുന്നല്ലോ അപ്പാ. ഓ ഹോളി സ്പിരിറ്റ്, കൃപയാണേ കൃപയാണേ. റസറ്റലസിതിരി മറാസിയ അപരകടതിരികമ സുഫ്രകറ്റേരിമ മോറുഫല ഫറകസറ്റല ബരിയാതിരി ശീതല ഫറകടദർകിന സഫനകടദലിക മനസ് ഫാരിയാന്തിരി ഉർബന റബന റഗദേരി ഗഡ ദർക്കി മനസ റഗദേരി ഗഡ ദർക്കി മനസ റാതിരി ഗഡ ദൽകമന ശബന ഗഡദിരിക മനസോ ഫ്രഗദേരി ഗഡദല ബർത്തി മനസ് ഫറവ. ഹീലിംഗ് 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 ഹീലിംഗ്. കൈവച്ചു യേശുവിന്റെ നാമത്തിൽ in the name of Jesus Christ. അത്ഭുത സൗഖ്യം വ്യാപരിക്കുക, അത്ഭുത സൗഖ്യം വ്യാപരിക്കുക. The power of the healing is involved in the name of Jesus. The healing is moving in your body. The power of the healing in moving your body in the name of the healing power is moving in your body. The power of the healing is moving in your body. Lava Sata, receive the healing. Amen, 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 amen. മതി. ഇനി പ്രാർത്ഥന കൈക്കൊണ്ടവര് വേദന ഉണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാവോ? ഒന്ന് ചെക്ക്. എന്തുവാ മാറ്റം? പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് മാറ്റമുണ്ടായത്? ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പ്രാർത്ഥന കൈക്കൊണ്ടവരെല്ലാം മ്യൂട്ട് മാറ്റിക്കേ. കൈവച്ചപ്പോ ശരീരത്തിൽ കൈയുടെ ചൂട് അറിഞ്ഞു ബ്രദറെ. എന്നാ സിസ്റ്റർക്ക് വ്യത്യാസം അനുഭവിക്കുന്നപ്പം? അവിടെ എനിക്ക് നട്ടിൽ ഡിസ്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു ഇരിക്കുമ്പോഴൊക്കെ. അവിടെ നല്ലൊരു ഇത് വന്നു. ഇപ്പോ പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പ്രസൻസ് ഫീൽ ചെയ്തു ബ്രദറെ. എന്തെങ്കിലും വേദനയിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ സിസ്റ്റർക്ക്? ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. ഇരിക്കുമ്പോ ഒരു വേദന ഉണ്ടായിരുന്നു, അതിപ്പോ അനുഭവപ്പെടുന്നില്ല. ഓ ലോർഡ് ജീസസ്, കണ്ടോ? നട്ടലിന്റെ അകൽച്ചയായിരുന്നു. ബ്രദറെ പ്രശ്നമായിരുന്നു ബ്രദറെ. ഇന്ന് മൊത്തത്തിൽ ഇന്നലെ മുതലേ വെട്ടിപ്പിടുത്തമായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ നല്ല വ്യത്യാസമുണ്ട്. ഇരിക്കാൻ പോലും പറ്റാത്ത മാറിയിട്ടുണ്ടോ? 2 problems of disc is healed now. ആമേൻ. അടുത്തയാള്. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. എന്റെ മോന്റെ താടിയെല്ലുകൾക്ക് വ്യത്യാസമുണ്ട്. അതൊക്കെ തുള്ളിലോട്ടാ. അതുകൊണ്ട് താടിയെല്ലിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 1 ലക്ഷത്തിന് മേലാവും മെഡിക്കൽ കോളേജിലൊക്കെ. അതെന്തൽ മെഡിക്കൽ കോളേജിൽ. അന്നേരം 1 ലക്ഷത്തിന് മേലാവും. ഞാൻ പറഞ്ഞു അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങ് പോയിരുന്നു, ഞാൻ ചെയ്യിപ്പിച്ചില്ല. പൈസയും ഇല്ല തന്നെയല്ല. ഞാൻ അവന്റെ താടിയെല്ലുകളിൽ പിടിച്ച് അവന്റെ മൂക്കിന്റെ പാലത്തിന് വളവും ഉണ്ടെന്ന് പറഞ്ഞു. അത് തൊട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ പറയുന്നു, അവനെ ഒരു ഓപ്പറേഷനും വേണ്ട. ആ പ്രാർത്ഥനയിലൂടെ പരിപൂർണ സൗഖ്യം ഉണ്ടായതിന് സ്തോത്രം. നന്ദി കർത്താവേ. അത് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. ഈ സഹോദരിക്ക് വേണ്ടി എല്ലാരും കൽപ്പിച്ച് പ്രാർത്ഥിച്ചോണം. മോന് വേണ്ടി അവന്റെ പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥന. മോന്റെ പേരെന്തുവാ? റോണിഷ് കെ റജി. റോണിഷിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവന്റെ താടിയെല്ലിനെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കർത്താവ് അവന്റെ താടി നേരെയാക്കും. ആമേൻ. വിശ്വാസത്തെ മാനിക്കുന്ന കർത്താവ്. Everybody pray for Ronish, the jawbones. ഇനി ശ്രദ്ധിച്ച് സോറി സിസ്റ്റർ മ്യൂട്ടായി പോയി. ഒരു ശ്രദ്ധിച്ചോണേ സിസ്റ്റർ, ഞാൻ മ്യൂട്ടാക്കി പോയി. ഇതിന്റെ അകത്ത് സൗഖ്യം പൂർണ്ണമായി അനുഭവിക്കുന്നവരാരാ? Whoever has healing completely. പ്രൈസ് ലോർഡ്. എന്റെ അമ്മയ്ക്ക് പ്രാർത്ഥന കഴിക്കുമ്പോൾ തൊണ്ടവേദന കലശലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ തൊണ്ടവേദന മുഴുവൻ മാറി എന്ന് പറഞ്ഞു. ഇപ്പൊ ഒട്ടുമില്ല. The person got healed from throat pain. നന്ദി കർത്താവ്. ഇപ്പൊ ഒട്ടും വേദനയില്ല, സൗഖ്യമായി. സൗഖ്യമായി. നന്ദി യേശുവേ. മറ്റാരെങ്കിലും ഉണ്ടോ? ചെക്ക് ചെയ്തേ നിങ്ങള്? ഹലോ ബ്രദർ. ഇത് എനിക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ബാക്ക് പെയിൻ ആയിരുന്നു. രാത്രിയിൽ ഇന്നലെ കിടക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യം തന്നു. പൂർണ്ണമായിട്ട് മാറി. ഓ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തോ സിസ്റ്റർ. God has healed her from back pain. Thank you Holy Spirit. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് ഇന്നലെ വളരെ ഒരു തരം ദർശനം ഉണ്ടായി. ഇവള് ദർശനാണ് ഡ്രീമാണോ എന്ന് എനിക്ക് അറിയില്ല. ഇന്ന് രാവിലെ She had a dream or a vision yesterday. എന്താ ഡ്രീം ഉണ്ട് സിസ്റ്റർ?
അത് അത് കണ്ടത് എന്നാന്ന് വെച്ചാൽ കുറെ നാളുകളായിട്ട് എൻ്റെ മകൻ സ്ഥിരമായിട്ട് ഡീഡിക്ഷൻ സെന്ററിലാണ്. അവൻ കഴിഞ്ഞ തവണ പുറത്തു വന്നപ്പം അവന് എല്ലാ ദിവസവും ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ താഴത്തെ നിലയിൽ ഒരു റൂമേ ഉള്ളൂ, അതാണ് ഞാൻ ഹസ്ബൻഡിന് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് അവൻ കിടക്കാൻ തുടങ്ങിയത്. അവന് AC വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡും അവനും കൂടെ ആ റൂമിൽ കിടക്കാൻ തുടങ്ങി. അവനെ വീണ്ടും ഡീഅഡിക്ഷൻ സെന്ററിൽ ആക്കേണ്ടി വന്നു. അതിപ്പോ ആക്കിയിട്ട് 1-2 മാസമായി. പക്ഷെ ഞാൻ ആ റൂമിലേക്ക് വീണ്ടും തിരിച്ചു ചെന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വാശിയായിട്ട് വെച്ചുകൊണ്ടിരുന്നു, മകനുള്ളപ്പോൾ മകനാണല്ലോ റൂമിൽ കിടക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ കിടക്കുന്നത്? ഞാൻ ഈ അപ്സ്റ്റേഴ്സിൽ റൂമിലായിരുന്നു എന്നും കിടക്കുന്നത്. അപ്പൊ എനിക്ക് എന്നും തോന്നും ഞാനങ്ങ് വിട്ടുകൊടുക്കുക, ആ റൂമിൽ പോയി കിടക്കാമെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും കിടന്നുമില്ല. ഞാൻ പുള്ളി താഴത്തെ നിലയിൽ, ഞാൻ മുകളിലത്തെ നിലയിലുമാണ് ഇപ്പോൾ കുറെ നാളുകളായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഒരു ദർശനമാണോ ഡ്രീമാണെന്ന് എനിക്കറിയില്ല, ഞാനത് 3 തവണ കണ്ടു. ഞാനിങ്ങനെ കാണുന്നത്, ഞാൻ എഴുന്നേൽക്കുന്നു, എൻ്റെ പുതപ്പ് എടുക്കുന്നു, എൻ്റെ പില്ലോ എടുക്കുന്നു, എൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കുന്നു, ഞാൻ നടന്ന് താഴെ റൂമിൽ ചെല്ലുന്നു. അപ്പം ഒരു തവണ കണ്ടപ്പോൾ ഞാൻ എണീറ്റ് പുറത്തു, അയ്യോ ഞാൻ പോയില്ലേ, സ്വപ്നമായിരുന്നു എന്ന്. വീണ്ടും ഞാൻ ഇത് തന്നെ കണ്ടു. വീണ്ടും ഞാൻ ഓർക്കം തെളിഞ്ഞു, ഇതെന്തോ ദർശനമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. 3ാമത് ഇതേ സ്വപ്നം തന്നെ എനിക്ക് ആവർത്തിച്ചു. അപ്പൊ ഞാൻ എഴുന്നേറ്റു, ഞാൻ ഹസ്ബൻഡിന്റെ റൂമിൽ പോയി കിടന്നു. ഞങ്ങൾ ഇന്ന് ഭയങ്കര സ്നേഹമായി. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം, ഞങ്ങൾ ഒരു അകൽച്ചയുടെ ഒരു സാധനം പൊട്ടിപ്പോയ പോലെ തോന്നി. എനിക്ക് അങ്ങനെ ഒരു ദർശനം ഉണ്ടായി. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാവുന്നത് ബ്രദർ. അത് ഡ്രീംസിലൂടെ നമുക്ക് ഡെലിവറൻസ് കർത്താവ് തരുന്നതാണ്. അത് കമ്മ്യൂണിക്കേഷൻ, അതായത് നമുക്ക് ഡ്രീംസിന്റെ ഫലങ്ങളെ കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡുമായിട്ടുണ്ടായിരുന്ന കുറെ നാളായിട്ടുണ്ടായിരുന്ന വിഷയത്തിൽ ഡെലിവറൻസ് ഉണ്ട്. സിസ്റ്റർ അതിനെ പ്രോത്സാഹിപ്പിക്കണം. സിസ്റ്റർ ഇനി ചെയ്യേണ്ടത്, ഇനി പ്രാർത്ഥിക്കുന്നതിന് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും കർത്താവെ അങ്ങ് എന്നോട് സംസാരിക്കണം, കർത്താവിൽ എനിക്ക് എന്താണോ അങ്ങയുടെ ഹിതം എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് കിടന്നോണം. ദൈവം സംസാരിക്കും കേട്ടോ. എല്ലാ ദിവസവും കണ്ടത് വരത്തില്ല, പ്രത്യേക ടൈമിൽ പ്രത്യേക ദിവസങ്ങളിൽ അത് കണക്ട് ആവും കേട്ടോ. ആ കുഴപ്പമില്ല. ഈ സമയത്ത് സൗഖ്യം നടന്നവരുണ്ടോ? ശരീരത്തിന്റെ അകത്ത് സൗഖ്യമായവര്, കംപ്ലീറ്റ് ഹീലിംഗ്. വേദന, ഭയങ്കര വേദനയായിരുന്നു. ഞാൻ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇപ്പം വിടുതലായി. എവിടെ സിസ്റ്റർ വേദന ഉണ്ടായിരുന്നേ? ഇടത്ത് സൈഡ് ഏണിന്. ഏളിക്ക് അല്ലേ, ബാക്ക് അല്ലേ, ഇടിപ്പിൽ അല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ അവിടെ പൂർണ്ണ സൗഖ്യമായി. ഇപ്പൊ അതിന് പൂർണ്ണ സൗഖ്യമായി, കംപ്ലീറ്റ്ലി ഹീലായി. നന്ദി കർത്താവേ, അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി യേശു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പം ഇനി ബാക്കി നമുക്ക് സാക്ഷ്യങ്ങൾ നമുക്ക് എന്താ പറഞ്ഞത് നമ്മുടെ മീറ്റിങ്ങിന് സംസാരിക്കാം. ഒത്തിരി സൗഖ്യങ്ങൾ ശരീരത്തിന്റെ മേൽ പകർന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഇപ്പൊ യൂസ് ചെയ്യാൻ? മനസ്സിലായോ? പുഷ്പാസ്റ്റർ മ്യൂട്ട് ആയിപ്പോയതാണോ ലെഫ്റ്റ് ആയതാണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, പറഞ്ഞു. ആരാ ഡൗട്ട് ചോദിച്ചു? പറഞ്ഞു. ബ്രദർ അന്യഭാഷയുടെ സമയത്ത് പറഞ്ഞായിരുന്നു, ഇത് ശക്തമായിട്ട് അന്യഭാഷയെ പ്രയർ ചെയ്തോ, ഇത് നമ്മുടെ പിന്നെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയർ ചെയ്യുന്നുണ്ട്, അതിന്റെയും ഡെലിവറൻസ് സംഭവിക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ശക്തമായിട്ട് പ്രയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം എനിക്ക് ബ്രദർ ഇങ്ങനെ ഒരു ഇത് കേട്ടു. ഞാൻ എന്റെ മോനോട് ചോദിക്കുന്നു, മോനെ കുഞ്ഞ് നിന്നെ അറിയാൻ തുടങ്ങിയോ എന്ന്. അപ്പൊ ഞാൻ മോനോട് ഇങ്ങനെ ചോദിക്കും. പക്ഷെ എന്റെ മോന് തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ 2.5 വർഷമായ കുഞ്ഞുങ്ങളായിട്ടില്ല. അത് ഡെലിവറൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അന്യഭാഷയുടെ മറ്റൊരു തലമുറ പറഞ്ഞ് ഞാനിപ്പോ ക്ലോസ് ചെയ്യാം. സൗകര്യം പറഞ്ഞു കേട്ടോ. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന മോനായിരുന്നു. പക്ഷെ പെട്ടെന്ന് അന്യഭാഷ പറഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരു തോന്നൽ വന്നു, കുഞ്ഞിനെ നോക്കുക അല്ലേ? കുഞ്ഞിനെല്ലാം മനസ്സിലായി. അപ്പൊ അതായത് കുഞ്ഞുള്ളതായിട്ട് നമുക്ക് തോന്നുക അല്ലേ? അതായത് ഇപ്പൊ അന്യഭാഷ പറഞ്ഞപ്പോ സംഭവിച്ചത് ഞാൻ പറയാം. അപ്പൊ കുഞ്ഞ് എന്നോട് പറയാം, കുഞ്ഞ് നിന്നെ തിരിച്ചറിയാൻ പ്രായമായി തുടങ്ങുന്നുണ്ടോന്ന്. അപ്പൊ ആന്റി സംഭവിച്ചത്, ഈ ആന്റി അന്യഭാഷ പറഞ്ഞ സമയത്ത് സ്പിരിറ്റിൽ ട്രാവൽ ചെയ്തു. അതായത് ആകത്ത മനുഷ്യൻ, സ്പിരിച്വൽ മാൻ യാത്ര ചെയ്തു. അതായത് കുഞ്ഞിനെ തിരിച്ചറിയുന്ന, അതായത് അപ്പം ഒരു കൊച്ചിന് ഒരു പിതാവിനെ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന പ്രായം അല്ലേ? അതല്ല എന്റെ ഉദ്ദേശം.
അതെ Yeah. അതെ ആ അപ്പൊ ആ സമയത്ത് പോയി നിന്നിട്ട് ചോദിക്കുവാണ്, നിനക്ക് കൊച്ചിനെ തിരിച്ചറിയാൻ പറ്റില്ലേ, അല്ലെങ്കിൽ കുഞ്ഞിനെ നിന്നെ തിരിച്ചറിയാറായോ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുക. When she was speaking in tongues, the sister traveled through and reached a place where she was asking her son, does your child know you, identify you? അതായത് In നമ്മള് fact, the son doesn't have any kid. അതായത് 2026 ഇരുന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞ ഒരാള് 26, she is speaking in tongues. ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് വളർന്ന്, ആ കുഞ്ഞ് തിരിച്ചറിവായി തന്റെ പിതാവിനെ മനസ്സിലാക്കുന്ന വർഷം അഥവാ ടൈം. She is traveled to the time when a child is born and identifies the father, recognizes the father. അപ്പൊ അതായത് നടക്കാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് യാത്ര ചെയ്തു. She traveled to a future time. ഇതൊരു കൺഫർമേഷൻ ആണ്. This is a confirmation. ഇതാണ് ഞാൻ പറഞ്ഞ അന്യഭാഷയ്ക്ക് ഡിഫറെന്റ് തലങ്ങളുണ്ട്. That is why I told you different realms of നമ്മൾ സ്പിരിറ്റിൽ മൂവ് ചെയ്യുന്ന തലങ്ങളാണത് ആ അന്യഭാഷ. There are realms when we move in the അപ്പൊ spirit. ഏത് സമയത്താണ് ഓർമ്മയുണ്ടോ അന്യഭാഷ വെളിപ്പെട്ടത്? സമയം ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ടൈമിലായിരിക്കാം? ഇന്ത്യൻ സമയം. ഇന്ത്യൻ സമയം ഒരു 3 മണിയായി. അപ്പൊ ഇന്ത്യൻ സമയം 3 മണിക്ക് അന്യഭാഷ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ സ്പിരിറ്റ് ട്രാവൽ ചെയ്യുന്ന ടങ്സ് ആണ് അതിൽ സംഭവിച്ചേക്കുന്നത്. When Indian time 3 o'clock, she was speaking in tongues. She had an experience that she was traveling to the future. കാര്യം ഞാൻ ആ സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഡെലിവറൻസ് ഉണ്ടാകുന്ന ഭാഷയിലേക്ക് നിങ്ങൾ കയറിപ്പോലെ. ആ സമയത്തല്ലേ ആന്റി അത് പറഞ്ഞത്? That is the time when Nikhil brother spoke that we are climbing up to a place where deliverance is happening. കാര്യം ആ സമയത്ത് നിങ്ങളുടെ ടങ്സ് ചേഞ്ച് ചെയ്തു. നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? That is why you should be eagerly concentrating on the tongues that you നിങ്ങൾക്ക് speak in. സൊല്യൂഷനുകളെ പറഞ്ഞു തരുന്നതാണ് ആ ടങ്സ്. That kind of tongues give you solutions to issues. നിങ്ങൾ സ്പിരിച്വൽ ട്രാവൽ ചെയ്യുവാണ് ആ സമയത്ത്. You should be traveling in the spirit at that time. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും സ്പിരിറ്റില്. You can travel in the spirit. നമ്മളെ സഹായിക്കുന്ന ആ ടങ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത്. That is the kind of tongues that help us to ആ move. ടങ്സ് നിങ്ങളുടെ സ്പിരിച്വൽ മാനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. That tongues boost your spiritual man. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധ. ഇനി ഒരു നിമിഷം നമ്മൾ ഇനി കുറച്ച് നേരം കൂടെ ഒരു അരമണിക്കൂറും കൂടെ അന്യഭാഷ. നമ്മൾ എന്തിനാണ് ഇനി അന്യഭാഷ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ലഭിച്ച ഗിഫ്റ്റുകളെ നിങ്ങൾ ജ്വലിപ്പിക്കാൻ പോവാം. സിസ്റ്റർ സുരമിന്റെ സിസ്റ്റർ ഒരു മ്യൂട്ടായി പോയി. 1 സെക്കൻഡ്. പുഷ്പ 2 അല്ലേ സിസ്റ്ററെ? 1 സെക്കൻഡ്. ഓക്കെ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ സിസ്റ്ററെ? ചിലപ്പോൾ ഓൾ മ്യൂട്ട് ചെയ്തേക്കാണ്. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തു. We are going to pray again in the tongues. അപ്പൊ നമ്മളിപ്പോ ഏകദേശം എത്ര മണിക്കൂറായി കാണും? ഫുള്ള് അന്യഭാഷയും ഡെലിവറൻസും എല്ലാം കൂടെ കൂട്ടി ഇപ്പൊ എത്ര മണിക്കൂറായി കാണും? ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ 6 കാണിക്കുന്നത്, പക്ഷെ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. 10 മുതലല്ലേ? അപ്പൊ 12, 2 മണിക്കൂർ, പിന്നെ ഇപ്പൊ 6, 8 മണിക്കൂർ. അപ്പം ഫേസ്ബുക്കിൽ നമുക്ക് ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് അയക്കുന്നത്. 8 മണിക്കൂർ കണ്ടിന്യൂസ് നമ്മൾ അന്യഭാഷ പറഞ്ഞു. അതിൽ 1.5 മണിക്കൂർ നമ്മൾ കൃപാവരങ്ങളെ ഉപയോഗിച്ചു. കണ്ടോ? We spoke in 8 hours in tongues and 1.5 hours we used the gifts of the Holy Spirit. അപ്പൊ ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഫുൾഫില്ലിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. When you will learn the use of the spirits, then you can go to this. അല്ലെങ്കിൽ അതൊരു പ്രസംഗം മാത്രം, മണിക്കൂറുകൾ നീണ്ടിരിക്കുന്ന ഒരു പ്രസംഗം മാത്രമായി പോകും. Otherwise it will only be a speech. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, യേശു പ്രസംഗിക്കുമ്പോഴും പിശാച് ബാധിച്ചവർ സഭയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. Even when Jesus preached, there were people who were demon possessed. കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തായിരുന്നു. Last Sunday I took അപ്പൊ to നിങ്ങൾ the church. മണിക്കൂറുകൾ പ്രസംഗിക്കുന്നതുകൊണ്ട് പിശാചിന് വലിയ വിരോധമൊന്നുമില്ല, സന്തോഷമുള്ളവന്. Devil has no problem if you preach for hours. അവന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതോറിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ, But when you start using your authority, ഇത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ, if you start learning how to use the authority, പിശാചിന് അതാണ് യേശു യൂസ് ചെയ്തത്, അതോറിറ്റി യൂസ് ചെയ്തു. that is what Jesus used. അതുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, യേശു സാധാരണക്കാര ഗുരുവിനെ പോലെയല്ല, ഇവൻ അധികാരത്തോടു കൂടിയാണ് വചനം പറയുന്നത്. കണ്ടോ? That is why the people in Jerusalem said he uses his authority. He speaks like one with authority.
ഓക്കെ, നമുക്ക് നാളെ നമ്മുടെ ഈസ്റ്റ് ഹാം മീറ്റിംഗ് കൂടെ വരുന്ന സഹോദരങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് ചെയ്യാനുള്ള അവസരമാണത്. East Ham, the brethren who come with me have opportunity to do it in live. ഓക്കെ, നമുക്ക് നാട്ടിൽ നടത്തുന്ന മീറ്റിംഗിൽ നമുക്ക് ഇനി മുതൽ ഒരു ഹോളി സ്പിരിറ്റിന്റെ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നൊരു സബ്ജക്ട് എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചു. സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് showed me School of Holy Spirit, a subject to be taught. അങ്ങനെ ഒരു ട്രെയിനിങ് സെക്ഷൻ ഇനി നാട്ടിൽ വെക്കുന്നുണ്ട്. We will have a training session in India. ഒരു 1 day സെക്ഷൻ ആണത്. A 1 day session. പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. We will update it later. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ നിങ്ങൾ ഇനി ഒരു അരമണിക്കൂറും കൂടെ നമ്മൾ 2 മണിയാകുമ്പോൾ, അതായത് 6:30 ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളെ നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഒത്തിരി പേര് വെളിപ്പെട്ടു, ഒത്തിരി കാര്യം വെളിപ്പെട്ടു. ഇനി ശ്രദ്ധിച്ചോണം, ഈ പേരുകൾ വെളിപ്പെട്ട ആളുകൾ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി നമുക്ക് പ്രത്യേക ഒരു സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം, പേര് വെളിപ്പെട്ടവരെല്ലാം. Note those names that you got, and in the coming days we will be sharing it each. എന്നിട്ട് ഈ പേര് വെളിപ്പെട്ടവർ ഇന്ന് വൈകുന്നേരം അതിന്റെ ബാക്കി ഒരു പേര് വെളിപ്പെടുമ്പോൾ 100 പേര് പറയും എന്റെ പേരാന്ന് പറയും. അപ്പം അവത്തിൽ ആരെയാണ് നോക്കുന്നത്, ഡേറ്റോ സമയമോ നമ്പരോ ബാക്കിയും കൂടെ പ്രാർത്ഥിക്കണം. Whoever got any names, ask the connecting details to the Lord. അതും കൈവച്ചോണ്ടേ വരാവുള്ളൂ. You should keep that in hand. കുറച്ച് നേരം അന്യഭാഷ പറഞ്ഞോട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അന്യഭാഷ പറഞ്ഞോട്ടെ. എല്ലാവരും അന്യഭാഷ പറഞ്ഞോട്ടെ. മ്യൂട്ട് മാറ്റി അന്യഭാഷ പറഞ്ഞോട്ടെ. റാസ്പെറ്റ ലമന, നിങ്ങളുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ഷാർപ്പാക്കുക. റാൽബേരിയ സോഫറകസിയമ. We are sharpening our spiritual gifts.
മരിച്ചതിനെ ജീവിക്കുകയില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ സിംഹാസനത്തിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്ന സകല വെളിപ്പെടട്ടെ 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 ദർശനങ്ങൾ വെളിപ്പെടട്ടെ ദർശനം 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 വെളിപ്പെടട്ടെ ധീരതേ സംസാരിക്കുന്ന നന്ദി 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 ധീര ധീരത
bara dara da barandurun durunde dira dara hallelujah hallelujah da barandaran darandari barandura dara da barada rada barada rada baranga randa sanda barunga durri dura durri dura de karanda baradu kusanda baradu dira da barenga dura dira kashitari da balangu kura barada barasara da baraka sada Rendarendari ya baradurudu barinko sura da baraka dera daranda ida dira dara 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 baraka dera daranda rendarendari baro du varum bara bara sala bara sera dara 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 ida daranda renduru dari ida baranduru bara sanda baraka dera 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 daranda rendarendari da rera barabari rungas bari diri hallelujah hallelujah landeri യേശുവിന്റെ
ഒന്നിനും മുട്ടുണ്ടാകിയ നന്മയും കരുണയും എന്റെ